അള്ളാഹുൽ വിശ്വസിക്കുന്നത്, മലക്കുകൾ വിശ്വസിക്കുന്നത്, വേദഗ്രന്ഥങ്ങളിൽ പ്രവാചകന്മാരിൽ അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നതിൻ്റെ വിശ്വാസ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പിന്നീട് പറയുന്നത് നിസ്കരിക്കലും, നോമ്പ് നോൽക്കലും, സ്വതക്ക നിർവഹിക്കലും, മറ്റുള്ളവർക്ക് സഹായം നൽകലും, നന്മകൾ പ്രവർത്തിക്കലും എല്ലാം പറഞ്ഞതിന് ശേഷം ഉലൈകല്ലദീന സദഖു, അവരാകുന്നു ഈമാൻ സത്യപ്പെടുത്തിയവർ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ഈമാൻ എന്ന് പറയുന്നത് മനസ്സിൽ ഉറപ്പിച്ച ഒരു വിശ്വാസം മാത്രമല്ല, മറിച്ച് ജീവിതത്തിൽ നാം ചെയ്യുന്ന പ്രാക്ടീസസ്, അത് നമ്മുടെ ഇസ്ലാമിനെ, നമ്മുടെ ഈമാനിനെ തെളിയിക്കുന്നതാണ്. നമ്മുടെ വേഷം, നമ്മുടെ സംസാരം, നമ്മുടെ ഇടപെടൽ, നമ്മുടെ പെരുമാറ്റം, അതെല്ലാം ഈ ഇസ്ലാമിനെ, ഈമാനിനെ പ്രകടിപ്പിക്കേണ്ടതായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും അത് കൃത്യമായി തെളിയിക്കുകയുണ്ടായി. ആ ആയത്താണ് സൂറത്തു ആല ഇംറാന്റെ 159 ആയത്ത്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി ലം ഫദ്ദു മിൻ ഹൗലിക്. അല്ലാഹുവിന്റെ പ്രവാചകരെ, അങ്ങേക്കും ഉമ്മത്തിനും ഞാൻ നൽകിയിട്ടുള്ള ഒരു അനുഗ്രഹമാണ് താങ്കൾ അവരോട് സൗമ്യമായിട്ട് പെരുമാറുന്നു എന്നത്. താങ്കളുടെ പെരുമാറ്റം ഈർഷ്യതയുള്ളതും പരുത്തതുമായിരുന്നെങ്കിൽ, പരുഷത നിറഞ്ഞതുമായിരുന്നെങ്കിൽ ലം ഫദ്ദു മിൻ ഹൗലിക്, താങ്കളിൽ നിന്ന് ജനങ്ങൾ അകന്നു പോകുമായിരുന്നു എന്നാണ്. തന്നെ കൊല്ലാൻ വാളോങ്ങിയവൻ പോലും മുഹമ്മദിനെ പോലെ നല്ലൊരു മനുഷ്യന്റെ അടുക്കൽ നിന്നാണ് ഞാൻ വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രവാചകന്റെ ശിഷ്യന്മാരും പ്രവാചകന്റെ ഇണകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബദ്ധവൈരികളും ഒരുപോലെ സമ്മതിക്കുന്ന സത്യമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ എന്ന് പറയുന്നത്. ആ ഇസ്ലാമിന്റെ ബ്യൂട്ടി, ദ ബ്യൂട്ടി ഓഫ് ഇസ്ലാം, അത് പ്രവാചകന്റെ ലൈഫിലൂടെ റിഫ്ലക്റ്റ് ചെയ്തിരുന്നു, സ്വഹാബത്തിന്റെ ലൈഫിലൂടെ റിഫ്ലക്റ്റ് ചെയ്തിരുന്നു എന്നതാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്നെ ഖദീജ റളിയല്ലാഹു അൻഹ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ നമുക്കെല്ലാവർക്കും അറിയാം. പ്രവാചകരെ, അള്ളാഹു താങ്കൾ ഒരിക്കലും കൈയൊഴിയുകയില്ല. താങ്കൾ ഇവിടുത്തെ പാവങ്ങൾക്ക് അത്താണിയാണ്, അഗതികൾക്കും അനാഥകൾക്കും വേണ്ടപ്പെട്ടവനാണ്. ആളുകൾ പ്രയാസം അനുഭവിക്കുമ്പോൾ താങ്കൾ പ്രയാസപ്പെടുന്നവരുടെ കൂടെയാണുള്ളത്. താങ്കൾ ഈ നാടിനും നാട്ടുകാർക്കും ഓരോ പൗരനും ആവശ്യമുള്ളവനാണെന്നാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വസിപ്പിച്ച് പറഞ്ഞതെങ്കിൽ, ഇതിൽ നിന്ന് പ്രവാചകൻ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൽസ്വഭാവവും അവിടുത്തെ പെരുമാറ്റത്തിന്റെ ആ മാഹാത്മ്യവും അവിടുത്തെ ആ ഒരു വിനയവും താഴ്മയും എളിമയും അവിടുന്ന് കാണിച്ചിട്ടുള്ള പക്വതയും വിവേകവും അവധാനതയും കണ്ടുപഠിച്ച സ്വഹാബത്ത്, അവരിലൂടെയും ആ പ്രവാചകന്റെ സ്വഭാവം, ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ആ മഹത്വങ്ങൾ അവരിൽ നമ്മൾ കാണുന്നുണ്ട് എന്നതാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. വളരെ വിശദമായ ചർച്ചകളും ആലോചനകളും ധാരാളം ചരിത്രങ്ങളുമൊന്നും പറയാതെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ചരിത്രമാണ് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഹബശയിലേക്ക് ഹിജറ പോകുന്ന സമയത്ത് ഗോത്രത്തിന്റെ നേതാവ് ഇബ്നുദ്ദഖിൻ അദ്ദേഹത്തെ തടഞ്ഞു വെച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എവിടേക്കാണ് അബൂബക്കർ താങ്കൾ പോകുന്നത് എന്ന്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജനത എന്നെ നാട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു, അതുകൊണ്ട് പടച്ച റബ്ബിന്റെ ഭൂമിയിൽ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഞാൻ എൻ്റെ റബ്ബിനെ ആരാധിച്ചുകൊണ്ട് ജീവിച്ചു കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ ഇബ്നുദ്ദഖിന് കൊടുത്തൊരു മറുപടിയുണ്ട്. ഇന്ന മിസ്ലക യാ അബൂബക്കർ ലാ യഖ്റുജു വലാ യുഖ്റജ് ഇന്നക തക്സിബുൽ മഅദൂം വതസിലുർ റഹിം വതഹ്മിലുൽ കല്ല വതഖ്രിഉൽ ലൈഫ് വതുഈനു അലാ നവാഇബിൽ ഹഖ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അബൂബക്കർ, താങ്കളെപ്പോലുള്ള മനുഷ്യന്മാരെ ഈ നാട്ടുകാർ പുറത്താക്കിക്കൂടാ, താങ്കളെപ്പോലുള്ള ആളുകൾ ഈ നാട്ടിൽ നിന്ന് പുറത്തു പോയിക്കൂടാ. നമ്മളൊരു വീട് വിറ്റ് നമ്മുടെ നാട്ടിൽ നിന്ന് പോവാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അയൽവാസികളൊക്കെ നമ്മളെ തടഞ്ഞു വെച്ചിട്ട് പറയോ? ബദ്ധവൈരികൾ അല്ലെങ്കിൽ പോലും ഇത് ആ വിശ്വാസം സ്വീകരിക്കുന്ന ആളുകളല്ല. നമ്മുടെ അയൽപക്കത്തുള്ള, നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ മഹല്ലത്തിലുള്ള, നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ ആശയക്കാരെങ്കിലും നമ്മുടെ ആദർശക്കാരെങ്കിലും പറയുമോ നിങ്ങളെപ്പോലുള്ളവർ ഈ നാട്ടിൽ നിന്ന് പോകാൻ പാടില്ലെന്ന്? ഇത് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലാത്ത ഒരാളാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നത്. താങ്കളെപ്പോലുള്ളവരെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കാനും പാടില്ല, താങ്കളെപ്പോലുള്ളവർ ഈ നാട്ടിൽ നിന്ന് പുറത്തു പോകാനും പാടില്ല. കാരണം താങ്കൾ പ്രയാസപ്പെടുന്നവർക്ക്
ഒരു അത്താണിയാണ്, താങ്കൾ കുടുംബബന്ധം ചേർക്കുന്നവനാണ്, താങ്കൾ അതിഥികളെ ആദരിക്കുന്നവനാണ്, പ്രയാസപ്പെടുന്നവരെ സഹായിക്കുന്നവനാണ്. അതുകൊണ്ട് താങ്കൾക്കുള്ള സംരക്ഷണം ഞാൻ നൽകും. താങ്കളുടെ നാട്ടിൽ തന്നെ താങ്കൾ പോയിട്ട് അള്ളാഹിനെ ആരാധിച്ചു കൊള്ളുക എന്ന് അദ്ദേഹം സംരക്ഷണം കൊടുക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇസ്ലാമിൻ്റെ ആ ഒരു മഹോന്നതമായിട്ടുള്ള ക്വാളിറ്റി അവരുടെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്തു. അവരുമായി സഹവസിച്ചവർ, അവരെ കണ്ടവർ, അവരുടെ കൂടെ ജീവിച്ചവർ ആ ഇസ്ലാമിൻ്റെ സൗന്ദര്യം അവരിൽ നിന്ന് അനുഭവിച്ചു എങ്കിൽ ആ ഒരു ഇസ്ലാമിൻ്റെ സൗന്ദര്യം, ആ ഒരു ഈമാനിൻ്റെ പ്രകടനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ളത് നാം പരിശോധിക്കേണ്ടതാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിദ്ഉൻ വസബഊന ശുഅബ. ഈമാനിന് 70-ലധികം ശാഖകളുണ്ടെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഅഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിലേറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ വാചകമാണ്. വഅദ്നാഹാ ഇമാതത്തുൽ അദാ അനി ത്വരീഖ്. അതിലേറ്റവും താഴെപ്പടിയിലുള്ളത് വഴിയിൽ നിന്ന് മാലിന്യം നീക്കലാണ്. സുഹൃത്തുക്കളെ, കൈകൊണ്ട് വഴിയിൽ നിന്നൊരു മാലിന്യം നീക്കുന്നതും ഹൃദയത്തിൽ അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ലെന്ന് പറയുന്നതും തമ്മിൽ എത്ര അന്തരമുണ്ട്. ഒന്ന് ഹൃദയത്തിൽ ഉറപ്പിക്കുന്ന ഈമാനാണ്, പക്ഷേ ആ ഈമാനിന്റെ ശാഖയാണ് യഥാർത്ഥത്തിൽ വഴിയിൽ കാണുന്ന മുള്ളും കല്ലും മടലും വലിച്ചു പുറത്തേക്കിടുക എന്നത്, ആളുകൾക്ക് ഉപദ്രവം നീക്കിക്കൊടുക്കുക എന്നത്, പ്രയാസപ്പെടുന്നവരെ സഹായിക്കുക എന്നത് ഈമാനിന്റെ പ്രകടനമായിട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുവെങ്കിൽ മുസ്ലിമിൻ്റെ ഒരു ശഖ്സിയത്തുൽ മുസ്ലിം, മുസ്ലിമിൻ്റെ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ അത് എല്ലാ ഭാഗത്തും കാണേണ്ടതുണ്ട്. അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ. ഈമാനിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് അവനിലൂടെ പ്രകടമാകുന്ന എല്ലാ നല്ല സ്വഭാവങ്ങളുമാണ് എന്നാണ് പറയുന്നത്. മുസ്ലിം എന്ന് പറയുമ്പോൾ അവനുമായിട്ട് അപ്രോച്ച് ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ്. ആൾ കുറച്ച് ടൈറ്റാണ്, ആൾ ഭയങ്കര റഫാണ്, ആൾ ഭയങ്കര ശുണ്ടിയാണ്, ആൾ ഒന്നും തന്നെ ആക്സെപ്റ്റ് ചെയ്യാത്തൊരു മൈൻഡാണ്, ഒന്നും മനസ്സിലാക്കാത്ത ഒരു തരം എന്താ പറയുക, അടപ്പിട്ട് മൂടിയ തരത്തിലുള്ള മനസ്സാക്ഷിയാണ് അയാൾക്ക്. അയാളെ പൊറുപ്പിച്ചു പോകുക എന്നുള്ളത് ഭാര്യ എന്ന നിലയ്ക്ക് എനിക്ക് പ്രയാസമാണ്, ഭർത്താവ് എന്ന നിലയ്ക്ക് അവളെ കൊണ്ടുപോലെ ബുദ്ധിമുട്ടാണ്, മക്കൾ എന്ന നിലയ്ക്ക് ബാപ്പാനെ സഹിക്കൂല എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അത് നമ്മുടെ ജഹ്ല് കൊണ്ടായിരിക്കണം, നമ്മുടെ വിവരം കുറവ് കൊണ്ടായിരിക്കണം, നമ്മുടെ ഇസ്ലാമിൻ്റെ പൂർണ്ണതയെക്കുറിച്ച് പഠിക്കാത്തതിൻ്റെയും ആ പൂർണ്ണതയെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കാത്തതിൻ്റെയും കുറവ് കൊണ്ടായിരിക്കണം. അതല്ലാതെ ഒരു കാരണവശാലും ഒരു മുസ്ലിമിൽ നിന്ന് അകന്നു പോകാൻ ഒരാളും തന്നെ ആഗ്രഹിക്കുകയില്ല എന്നതാണ്. ഒരു മുസ്ലിമിനെ നൈബറായി കിട്ടാൻ, ഒരു മുസ്ലിമിനെ സഹായിയായി കിട്ടാൻ, ഒരു മുസ്ലിമിനെ ഇണയായി കിട്ടാൻ ആഗ്രഹിക്കുന്നൊരവസ്ഥയിലേക്ക്, അയാളെ ഒരു സ്റ്റാഫായി കിട്ടാൻ ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് യഥാർത്ഥത്തിൽ മാറേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ അവസാന കാലഘട്ടം ആകുമ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഉമ്മത്ത് മുഹമ്മദ് ഇസ്സത്ത് നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിലേക്ക് എത്തും. ആളുകൾക്ക് ഈമാനും അതുപോലെ തന്നെ അമലു സാലിഹും ഒക്കെ നഷ്ടപ്പെട്ടു പോയിട്ട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയവും വിശ്വാസദാർഢ്യവും അതിൻ്റെ മഹനീയതയും ഒക്കെ കളഞ്ഞു കുളിച്ച് അവർ പലതിനെയും ഫോളോ ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകും. അവർ ഇച്ഛയെ പിൻപറ്റുന്ന ആളുകളായിട്ട് മാറും. അവർ അധർമ്മങ്ങളിൽ സുഖവും സന്തോഷവും കണ്ടെത്തി വിരാജിക്കുന്നവരായിട്ട് മാറും. അന്നും ചില ആളുകൾ ഉണ്ടാകും, അവരെ അംഗീകരിക്കുന്നവർ വളരെ കുറച്ചു മാത്രമായിരിക്കും. അവരെ അംഗീകരിക്കുന്നവരെക്കാളും കൂടുതൽ അവരെ എതിർക്കുന്നവരായിരിക്കും. എന്താണ് അവരുടെ പ്രത്യേകത? നാടും നഗരവും സമൂഹവും മൊത്തം അധർമ്മത്തിലേക്ക് കൂപ്പുകുത്തുമ്പോൾ മുസ്ലിം ഉമ്മത്ത് ഒരുമിച്ച് മഴവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോകുന്ന ചപ്പുചവറുകൾക്ക് സമാനമായി മാറുമ്പോൾ ഹക്കിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ചുരുങ്ങിയ പക്ഷം ആളുകൾ ഉണ്ടാകും. അവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖുറബാകൾ എന്നാണ്. ഫതൂബാ ലിൽ ഖുറബ. അന്ന് ഖുറബാകൾക്കാകുന്നു മംഗളം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് ഖുറബാകൾ? ഫിത്നയുടെ കാലത്ത് പടച്ച റബ്ബിന്റെ ദീനിന്റെ എല്ലാ നന്മകളും പഠിച്ചു മനസ്സിലാക്കി ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കി സമൂഹത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന അധർമ്മങ്ങളും ഫിത്നകളും തന്നെ ബാധിക്കാതെ സ്വന്തം അതിൽ നിന്ന് സേഫായി ആളുകൾക്കിടയിൽ മസ്ലഹത്തിന് വേണ്ടി, ആളുകൾക്കിടയിൽ നന്മയുടെ പ്രചാരണത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുന്ന ആളുകളായിരിക്കും അവരെന്ന് ഖുറബാകളെ കുറിച്ച് മഹാനായ പണ്ഡിതൻ ഇബ്നു റജബുൽ ഹംബലി റഹ്മഹുല്ലാഹ് പറയുന്നത് നമുക്ക് വായിക്കാൻ കിട്ടും. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഈ അവസാന കാലഘട്ടത്തിൽ ഫിത്നയുടെ കാലത്ത് മുസ്ലിമീങ്ങൾ പലതിനെയും ഇമിറ്റേറ്റ് ചെയ്യുന്ന കാലത്ത് ഇസ്സത്ത്, ഇസ്ലാമിനെ ഒരു അഭിമാനമായി കാണുന്നതിന് പകരം ഞാനൊരു മുസ്ലിമാണ്, പക്ഷെ ഞാൻ ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്ന ആളല്ല,
എന്ന് വലിയ കാര്യമായിട്ട് പറയുന്ന പേരിന്റെ തലപ്പത്ത് എക്സ് മുസ്ലിം എന്ന് പേര് വെച്ചിട്ട് അതിൽ അഭിമാനം കൊള്ളുന്ന ഒരു സാഹചര്യത്തിൽ ഇതാ ആദർശത്തിലും വിശ്വാസത്തിലും സ്വഭാവത്തിലും പ്രവർത്തനങ്ങളിലും ചിട്ടവട്ടങ്ങളിലും ഇബാദാത്തുകളിലും മുആമലാത്തുകളിലും ഒരു വ്യത്യാസവുമില്ലാതെ ഇസ്ലാമിനെ തനതായ രീതിക്ക് പകർത്തുന്ന ശരിയായ മുസ്ലിങ്ങളായിട്ട് ഒരു പറ്റം ഇവിടെ ഉണ്ടെന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ നമുക്ക് പെടാൻ സാധിക്കണം. അതുകൊണ്ട് നമ്മുടെ വ്യക്തിത്വം തെളിയിക്കപ്പെടേണ്ട ചില നിമിഷങ്ങളുണ്ട്, ചില രംഗങ്ങളുണ്ട്. 9 ഏരിയകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അതിലൊന്നാമത്തത് നമ്മളും നമ്മുടെ റബ്ബുമായി ബന്ധപ്പെട്ട ആ ഒരു രംഗമാണ്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയും നമ്മളും തമ്മിലുള്ള ഒരു മുസ്ലിമിന്റെ മനസ്സും പടച്ച റബ്ബുമായുള്ള ആ ഒരു ബന്ധം എത്രത്തോളം ആയിരിക്കണമെന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പടച്ച റബ്ബിന്റെ തൗഹീദ് അംഗീകരിച്ചുകൊണ്ട് അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ് വൽ ഇൻഖിയാദു ലഹു ബിത്വാഅ വൽ ബറാഅതു മിനശ് ശിർകി വ അഹ്ലിഹി. ഇതാണല്ലോ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. പടച്ച റബ്ബിന്റെ തൗഹീദ് അംഗീകരിച്ചുകൊണ്ട് പരിപൂർണമായി പടച്ച റബ്ബിന് കീഴൊതുങ്ങാമെന്ന് സമ്മതിച്ചുകൊണ്ട് അള്ളാഹ്ക്ക് പുറമെ ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സകല വസ്തുക്കളുമായും അതിനെയെല്ലാം ഉപേക്ഷിക്കാം. വൽ ബറാഅതു മിനശ് ശിർകി വ അഹ്ലിഹി. ശിർക്കിൽ നിന്നും ശിർക്കിന്റെ ആളുകളിൽ നിന്നും അകന്നു നിൽക്കാമെന്നാണ് ഒരു മുസ്ലിം പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു പ്രഖ്യാപനത്തിന്റെ സത്യസന്ധത എത്രത്തോളം ഉണ്ട് എന്നത് നാം ഓരോരുത്തരും പരിശോധിക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിലുള്ള ഈമാനിൽ എന്തെങ്കിലും ചാഞ്ചാട്ടമുണ്ടോ എന്നത് നാം പരിശോധിക്കണം. ഖുർആൻ പറഞ്ഞല്ലോ, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അവരുടെ പ്രത്യേകത എന്താണ്? സുമ്മലം യർതാബൂ, അവർ പിന്നീട് സംശയിക്കുകയില്ല, അവർക്ക് പിന്നീട് സംശയമുണ്ടാവുകയില്ല. അള്ളാഹുവിൻ്റെ കാര്യത്തിൽ, റസൂലിൻ്റെ കാര്യത്തിൽ, വിശുദ്ധ ഖുർആനിൻ്റെ കാര്യത്തിൽ, പരലോകത്തിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാത്ത അടിയുറച്ച യഖീനുള്ളവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറേണ്ടതുണ്ട്. അതാണ് ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് അയാൾ ചെയ്യാനുള്ളത്. പടച്ച റബ്ബുമായുള്ള ബന്ധത്തിൽ അള്ളാഹുവിലുള്ള വിശ്വാസം അത് ദൃഢീകരിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞുവോ, എങ്ങനെ ജീവിക്കരുതെന്ന് പറഞ്ഞുവോ, അള്ളാഹു കൽപ്പിച്ചത് അനുസരിച്ച് അള്ളാഹു വിലക്കിയത് സ്വന്തം ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അള്ളാഹുമായിട്ടുള്ള നമ്മുടെ കടപ്പാട് എന്ന് പറയുന്നത്. അതിന് തഖ്വ എന്ന് നമ്മൾ ഒറ്റ വാക്കിൽ പറയും. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാ, വിശ്വാസികളെ നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മൾ പടച്ച റബ്ബിനെ സൂക്ഷിക്കുന്നവനാണോ, അതല്ല ഭൗതികമായിട്ടുള്ള എലമെന്റുകളെയാണോ നമുക്ക് പേടി, മനുഷ്യരെയാണോ നമുക്ക് പേടി, മനുഷ്യർ സ്ഥാപിച്ചിട്ടുള്ള സെക്യൂരിറ്റി സിസ്റ്റത്തെയാണോ നമുക്ക് പേടി, അതല്ല മറ്റേതെങ്കിലും കാര്യങ്ങളെയാണോ, ഇവിടുത്തെ കേസും കോടതിയും കൂട്ടവുമാണോ നമുക്ക് പേടി? അതല്ല, പടച്ച റബ്ബിന്റെ വിലക്കുകളെ, അവന്റെ വിധികളെ നാം കാറ്റിൽ പറത്തുമ്പോൾ അതിലൂടെ വരാനിരിക്കുന്ന ധാർമ്മികമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള പാരത്രികവും ഭൗതികവുമായിട്ടുള്ള നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്തിട്ടാണോ നമുക്ക് പേടി എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അതുകൊണ്ട് ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മളും അള്ളാഹുവും തമ്മിലുള്ള ആ റിലേഷൻ ഏറ്റവും ഊഷ്മളമായിരിക്കേണ്ടതുണ്ട്. നോക്കൂ, ആ ഒരു ബന്ധം ഊഷ്മളമാണെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ പ്രയാസവും നമുക്കില്ല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും അനുയായികളും ചെങ്കടലിന്റെ ഓരത്തെത്തിയ ചരിത്രം നമുക്കറിയാം. വിശദീകരിക്കാതെ തന്നെ നമുക്ക് ആ ചരിത്രം നമ്മുടെ മനസ്സിൽ, നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ പോലും മനസ്സിൽ കാണുന്ന രീതിക്കാണ് ആ ചരിത്രം വിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ വിവരിച്ചിട്ടുള്ളത്. മുന്നിൽ കടലും പിന്നിൽ ഫിർഔനും കിങ്കരന്മാരും, കൂടെയുള്ളവരെല്ലാം പേടിയിൽ ബേജാറിൽ മൂസ നമ്മൾ ഇപ്പോൾ പിടിക്കപ്പെടും എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വാക്കെന്താ? കല്ലാ ഇന്ന മഇയ റബ്ബീ സയഹ്ദീൻ. നിങ്ങൾ പേടിക്കണ്ട, ഒന്നും സംഭവിക്കൂല. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല എൻ്റെ കൂടെയുണ്ട്, അവൻ എനിക്കൊരു വഴി കാണിക്കും എന്ന ആ ഒരു ഹുസ്നുൽ ദന്ന്, ആ ഒരു റജാ അതുപോലെ അവിടെ നടപ്പിലാവാണ്. അതുകൊണ്ടൊരു വിശ്വാസിക്ക് കിട്ടുന്ന ഒരു ബലം, ഞാൻ പടച്ചോന്റെ കൂടെയാണ്, പടച്ചോൻ എൻ്റെ കൂടെയുണ്ട്. ഒരു മുസ്ലിം എന്ന നിലക്ക് ഞാനും റബ്ബുമായുള്ള ആ ബന്ധം അതീവ ഊഷ്മളമാണ് എന്ന ധൈര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൗർ ഗോയിൽ വെച്ച് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞല്ലോ, അബൂബക്കർ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. എന്ത് വന്നാലും ശരി, ഏതെല്ലാം നിലക്കുള്ള പരീക്ഷണങ്ങൾ, അത് സ്വന്തം ശരീരത്തിലും സമ്പത്തിലും കുടുംബത്തിലും ഈ സമൂഹത്തിൽ ഒന്നടങ്കം, മുസ്ലിം സൊസൈറ്റിയെ ഒന്നടങ്കം ബാധിക്കുന്ന പ്രശ്നമായിരുന്നാലും ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ എന്ന് പറയാൻ സാധിക്കണമെങ്കിൽ മുസ്ലിമെ പടച്ച റബ്ബുമായുള്ള അലാഖത്ത്, ബന്ധം, അത് ഏറ്റവും നല്ല നിലക്കായിരിക്കണം. അള്ളാഹു പറഞ്ഞത് അനുസരിക്കാനുള്ള വിശാലത നമുക്കുണ്ടാകണം. ഒരു വിശ്വാസിയുടെ നിലപാട് എന്താണ്?
അള്ളാഹും റസൂലും ഒരു കാര്യം വിധിച്ചാൽ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറ, അള്ളാഹും റസൂലും ഒരു കാര്യം വിധിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതായിരിക്കും അവന്റെ നിലപാട്. അവൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, എന്തുകൊണ്ട് അങ്ങനെ വിരോധിച്ചു, എന്താ അതുകൊണ്ടൊരു പ്രശ്നം എന്നവൻ ചോദിക്കുകയില്ല. ഈമാനുള്ള ഒരു മുഅ്മിൻ, ഒരു മുസ്ലിം അത്തരം ചോദ്യം ചോദിക്കുകയില്ല. മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവോ എന്നാണ് ചോദിക്കുക. അതല്ലേ അബൂബക്കർ റളിയല്ലാഹു ചോദിച്ചത്? ഇസ്രാ മിഅ്റാജ് സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോൾ അല്ലെ, മുഹമ്മദിന് ഭ്രാന്ത് മൂത്തു എന്ന് പറഞ്ഞപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിൽ പോയി എന്നും അതേ രാത്രി കൊണ്ട് ആകാശാരോഹണം നടത്തി 7ാം ആകാശത്തിനപ്പുറത്ത് പോയി പടച്ചറബുമായി സംസാരിച്ച് അതേ രാത്രിയിൽ തന്നെ മസ്ജിദുൽ അഖ്സയിൽ വന്നിറങ്ങി മസ്ജിദുൽ ഹറമിലേക്ക് തിരിച്ചെത്തി എന്ന് പറഞ്ഞതിനെ മക്കാ മുശ്രിക്കുകൾ വലിയ ഭ്രാന്തായിട്ട് ചിത്രീകരിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എന്താ ചോദിച്ചത്? നബി അങ്ങനെ പറഞ്ഞോ? എങ്കിൽ ഞാനത് വിശ്വസിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് സിദ്ദീഖ് എന്ന പേര് അദ്ദേഹത്തിന് കിട്ടിയത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പടച്ചറബിലുള്ള വിശ്വാസവും ആ പടച്ചറബിനോട് നമ്മൾ പാലിക്കേണ്ട ആദാബുകളും നമ്മുടെ ജീവിതത്തിൽ നാം കൃത്യമായിട്ട് പാലിച്ച് അള്ളാഹു കൽപ്പിച്ചത് പ്രാവർത്തികമാക്കി അള്ളാഹു വിലക്കിയത് ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ച് അവൻ നമുക്ക് നൽകുന്ന പരീക്ഷണങ്ങളിൽ തൃപ്തിയോടുകൂടെ ക്ഷമയോടുകൂടെ മുന്നോട്ട് പോയി പടച്ചറബ് നമുക്ക് നൽകുന്ന റഹ്മത്തിൽ നിഅമത്തിൽ അനുഗ്രഹങ്ങളിൽ ശുക്ർ കാണിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ, നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഒന്നാമത്തെ ഭാഗം ക്ലിയറാണ്. ആളുകൾ മനുഷ്യന്മാരോടൊക്കെ നല്ല പെരുമാറ്റമായിരിക്കും അല്ലേ, എന്തൊരു നല്ല പെരുമാറ്റമാണ്, എന്തൊരു നല്ല സംസാരമാണെന്നൊക്കെ പറയും. പക്ഷെ ആള് നിസ്കരിക്കാൻ പള്ളി വരുന്നുണ്ടാവില്ല, സക്കാത്ത് കൊടുക്കുന്നുണ്ടാവില്ല, നോമ്പ് നോൽക്കുന്നുണ്ടാവില്ല. പടച്ച റബ്ബിലേക്കുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ ആളുകളുടെ പ്രീതിക്ക് വേണ്ടി പലതും ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, മനിൽ തമസ റിദാ അല്ലാഹി ബിസഖ്തിൻ നാസ് കഫാഹുല്ലാഹു മഊനതുഹുൻ നാസ് വമനിൽ തമസ റിദാ അന്നാസി ബിസഖ്തില്ലാഹി വക്കലഹുല്ലാഹു ഇലൻ നാസ്. അല്ലാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി ആളുകളുടെ വെറുപ്പ് വാങ്ങിയാൽ ആളുകളുടെ ഇഷ്ടം കിട്ടും, അള്ളാഹിന്റെ ഇഷ്ടം കിട്ടും. എന്നാൽ ആളുകളുടെ ഇഷ്ടത്തിന് വേണ്ടി അള്ളാഹുവിന്റെ വെറുപ്പ് വാങ്ങിയാൽ അള്ളാഹിന്റെ വെറുപ്പും കിട്ടും, ആളുകളുടെ വെറുപ്പും കിട്ടും. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബിന്റെ തൃപ്തിക്ക്, പടച്ച റബ്ബിന്റെ പ്രീതിക്ക് ഒരു ഇമ്പോർട്ടൻസ്. ഞാൻ എൻ്റെ നഫ്സിന്റെ ആഗ്രഹ പൂർത്തീകരണത്തിലല്ല, എൻ്റെ സന്തോഷ ദുഃഖങ്ങളിലല്ല, എനിക്കിതാണ് ഇഷ്ടം, എനിക്കിതാണ് ശീലം, എനിക്കതിനുള്ള സ്വാതന്ത്ര്യമില്ലേ, ഞാനൊന്ന് എൻജോയ് ചെയ്യട്ടെ, ഇങ്ങനെയുള്ള പടച്ച റബ്ബിന്റെ കൽപ്പനയ്ക്ക് എതിരായിട്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കാതെ എൻ്റെ റബ്ബ് എന്താണോ എനിക്ക് പറഞ്ഞത്, എന്നോട് കൽപ്പിച്ചത്, അത് ഞാൻ സ്വീകരിക്കാമെന്നും എൻ്റെ റബ്ബ് എന്താണോ എനിക്ക് വിലക്കിയത് അത് ഞാൻ മാറ്റിവെക്കാമെന്നുമുള്ള ഒരു മനസ്സ് നാം നേടിയെടുക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ റബ്ബിലേക്ക് അടുക്കാനുള്ള നിർബന്ധ കാര്യങ്ങൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നിർബന്ധ കാര്യങ്ങളിലൂടെയല്ലാതെ അള്ളാഹുവിലേക്ക് അടുക്കാനാവില്ല, ഐച്ഛികമായ കർമ്മങ്ങളിലൂടെയല്ലാതെ പടച്ച റബ്ബിന്റെ ഇഷ്ടവും നേടാനാവില്ല. അപ്പോൾ നിർബന്ധ കാര്യങ്ങൾ ചെയ്ത് 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 ഒരാൾ അള്ളാഹുവിന്റെ സാമീപ്യം നേടും. അതിന് പുറമെ ഐച്ഛികമായ സുന്നത്തായ കാര്യങ്ങൾ ഒരാൾ ചെയ്യുന്നതോടുകൂടെ അയാൾക്ക് പടച്ച റബ്ബിന്റെ ഇഷ്ടം ലഭിക്കുകയും ചെയ്യും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്താണ് ഇഹ്സാൻ എന്ന് ചോദിച്ചല്ലോ, അവിടുന്ന് പറഞ്ഞു, അൻ തഅബ്ദുല്ലാഹ് കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയെ കാണുന്നത് പോലെ നീ ആരാധന നിർവഹിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ആരാധനകളെ ആത്മാവുള്ളതാക്കുകയും ഇഖ്ലാസ് ഉള്ളതാക്കുകയും ഖുശൂ ഉള്ളതാക്കുകയും ഇതെന്റെ പാരത്രിക ലോകത്തേക്കുള്ള ഒരു തയ്യാറെടുപ്പാണെന്നും ഈ ലോകത്ത് ഞാൻ സമ്പാദിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സമ്പാദ്യം ഈ നന്മകളാണെന്നും എൻ്റെ ഖബറിൽ നിന്ന് തിരിഞ്ഞു പോരാതെ അവിടെ തന്നെ ബാക്കിയാകുന്നത് ഈ അമലുകളാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായുള്ള കരാറുകളും നിബന്ധനകളും ബാധ്യതകളും വൃത്തിയായി പൂർത്തീകരിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് ഒരു മുസ്ലിം അയാളുടെ ജീവിതത്തിൽ ആദ്യമായി ചെയ്യേണ്ട കാര്യം. രണ്ടാമത്തേത് അൽ മുസ്ലിം മഅ നഫ്സിഹി എന്നാണ്. ഒരു മുസ്ലിം അവൻ്റെ നഫ്സുമായി ബന്ധപ്പെട്ട് അവന് ചില കടമകളും കടപ്പാടുകളുമുണ്ട്. ഒരു മുസ്ലിം എല്ലാവരെയും പോലെയല്ല. അവൻ്റെ രൂപത്തിലും അവൻ്റെ കോലത്തിലും അവൻ്റെ ശരീരത്തെയും അവൻ്റെ വസ്ത്രത്തെയും അവൻ്റെ മനസ്സിനെയും അവൻ്റെ ബുദ്ധിയെയും അവൻ കൈകാര്യം ചെയ്യുന്നിടത്ത് ചില ശ്രദ്ധ അനിവാര്യമാണ്. ശരീരവും മനസ്സും ഒരുപോലെ ശുദ്ധമായിരിക്കേണ്ടവനാണ് വിശ്വാസി. നല്ല വസ്ത്രം ധരിക്കാനും ഹലാലും ത്വയ്യിബുമായ ഭക്ഷണങ്ങൾ കഴിക്കാനുമാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഹലാലായിട്ട് ഒരു അറവ് നടത്തിയാൽ എന്നത് ഒരു നോൺ മുസ്ലിം ആയിട്ടുള്ള ഡോക്ടറോ മറ്റെന്തോ ആണ് അവർ വിശദീകരിക്കുന്നത്. ഈ അടുത്ത് നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും. അറുത്ത് കഴിഞ്ഞാൽ ആ ബ്ലഡ് മുഴുവൻ പുറത്ത് ഒഴുക്കപ്പെടുകയും
ആ ശരീരത്തിന്റെ ജീവൻ പൂർണ്ണമായി നിലയ്ക്കുകയും പിന്നീട് അത് തണുത്തതിന് ശേഷം അത് വെട്ടിമുറിച്ച് നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ അതിന് എല്ലാ തരത്തിലുമുള്ള അതുകൊണ്ടുണ്ടാകാൻ സാധ്യതയില്ല, ഈ രക്തം കെട്ടിക്കടന്നുണ്ടാകാൻ സാധ്യതയില്ല എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും നീങ്ങുമെന്നും അതാണ് ശരിയായിട്ടുള്ള പ്രൊസീജിയർ എന്നും അതാണ് ശരിക്ക് ഹലാലായിട്ടുള്ള ഒരു ഫുഡിന്റെ ഇത്തരത്തിലുള്ള മാംസത്തിന്റെ പ്രത്യേകത എന്നും ഒരു മുസ്ലിം പറഞ്ഞാൽ ഒരു പക്ഷെ അതിനെ പല നിലക്കും വ്യാഖ്യാനിക്കാൻ ആളുകൾ ഉണ്ടാകും. യഥാർത്ഥത്തിൽ അതാണ് യാഥാർത്ഥ്യമായിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹലാലാക്കിയത്, ത്വയ്യിബാക്കിയത്, ഹലാലായത് എല്ലാം ചിലപ്പോൾ ത്വയ്യിബായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഹലാലും ത്വയ്യിബുമായതായിരിക്കണം നാം കഴിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ആരാധനയുടെ പേരിൽ പോലും നമ്മുടെ ശരീരത്തെ നോവിക്കരുതെന്നും ദ്രോഹിക്കരുതെന്നും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ച് ഖുർആനിലെ മുഴുവൻ സൂറത്തുകളും ഓതി തീർക്കുമായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ച് തിരുത്തുകയുണ്ടായി. താങ്കൾ ഒറ്റ രാത്രി കൊണ്ട് ഖുർആൻ മുഴുവൻ ഓതുന്ന ഈ പ്രക്രിയ നിർത്തിവെച്ച് 1 മാസം കൊണ്ട് ഓതിയാൽ മതി എന്ന് പറഞ്ഞു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, റസൂലേ ദഅനി യസ്തംതിഉ ബിഖുവതി വശബാബി. അല്ലാഹുവിന്റെ പ്രവാചകരെ, അങ്ങനെ ചെയ്യാൻ എനിക്ക് എൻ്റെ യൗവനം, ആരോഗ്യം എല്ലാം റെഡിയാണ്. അതുകൊണ്ട് പലരും പല വിധത്തിൽ യൗവനത്തെ പാഴാക്കി കളയുമ്പോൾ ഖുർആൻ ഓതിയിട്ടും നിന്ന് നിസ്കരിച്ചിട്ടുമാണല്ലോ ഞാൻ എൻ്റെ സമയത്തെ വിനിയോഗിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എനിക്കതിന് സമ്മതം നൽകണമെന്ന് അദ്ദേഹം പറയാണ്. റസൂലുള്ള 10 ദിവസമാക്കി ചുരുക്കി. അദ്ദേഹം വീണ്ടും പറഞ്ഞു, അപ്പോൾ നബി ഒരാഴ്ചയാക്കി ചുരുക്കി. ഒരാഴ്ച കൊണ്ടേ താങ്കൾ ഖുർആൻ ഓതി തീർക്കാവൂ. ഒറ്റ ദിവസം കൊണ്ട് രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ച് താങ്കൾ ഖുർആൻ ഓതി തീർക്കുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു. കാരണം എന്തേ? അവന്റെ ശരീരത്തോട് അവന് ചില കടപ്പാടുകളുണ്ട്, അവന്റെ കുടുംബത്തോട് അവന് ചില കടപ്പാടുകളുണ്ട്. നിന്റെ കണ്ണുകളോട് നിനക്ക് ചില ബാധ്യതകളുണ്ടെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഇന്നലി ജസദിക അലൈക ഹഖ, നിന്റെ ശരീരത്തോട് നിനക്ക് കടമകളുണ്ട്. വഇന്നലി സൗജിക അലൈക ഹഖ, നിന്റെ ഇണകളോട് നിനക്ക് കടമകളുണ്ട്. അവരിൽ നിന്ന് ഇങ്ങോട്ടും നിനക്ക് അങ്ങോട്ടും കടമകളുണ്ടെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഉപദേശിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തെ സംരക്ഷിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് ആണ്. വലാ തുൽഖു ഐദീകും ഇലാ തഹ്ലുക, നിങ്ങൾ നിങ്ങളുടെ നാശത്തിൽ കൊണ്ടുപോയി ഇടരുത്. വലാ തഖ്തുലു അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകളയരുത്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾ വിജയിക്കണമോ നിങ്ങൾ ലഹരി ഉപേക്ഷിക്കണം. അത് പൈശാചികതയാണ്. അത് നിങ്ങളുടെ ശരീരത്തിന് പ്രശ്നമാണ്, നിങ്ങളുടെ ബുദ്ധിക്ക് പ്രശ്നമാണ്. ഖംർ എന്ന് പറഞ്ഞാൽ തന്നെ മാ ഖാമറൽ അഖൽ എന്നാണ്, ബുദ്ധിയേക്ക് മറയിടുന്നത് എന്നാണ്. മനുഷ്യൻ ഇതര ജന്തുക്കളിൽ നിന്ന് വ്യതിരിക്തനാകുന്നത് അവന്റെ ചിന്തയും പക്വതയും ബുദ്ധിയും വിവേകവുമാണ്. അതിനെ മറച്ചു കളഞ്ഞ് ഭ്രാന്താവസ്ഥയിലേക്ക്, അമ്മയെ തിരിയാത്ത, മകളെ തിരിയാത്ത, ഇണയെ തിരിയാത്ത, പബ്ലിക്കിനെ തിരിയാത്ത, ഞാൻ ആരാണെന്ന് പോലും മറന്നു പോകുന്ന, ഞാൻ എവിടെയാണെന്ന് പോലും മറന്നു പോകുന്ന ലഹരിയുടെ എല്ലാ വകഭേദങ്ങളെയും ഇസ്ലാം ഹറാമാക്കി. കാരണം അത് നമ്മുടെ ശരീരത്തിന് പ്രശ്നമാണ്, നമ്മുടെ മനസ്സിന് പ്രശ്നമാണ്, നമ്മുടെ സമ്പത്തിന് പ്രശ്നമാണ്, നമ്മുടെ കുടുംബത്തിന് പ്രശ്നമാണ്, നമ്മുടെ സമൂഹത്തിന് പ്രശ്നമാണ്. അതുകൊണ്ട് ശരീരത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഒരു മുസ്ലിമിന്റെ ശരീരം ആരോഗ്യമുള്ള ശരീരമാകണം. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദമിന്റെ സന്തതികൾ നിറക്കുന്നതിൽ വെച്ച് ഏറ്റവും മോശം അവന്റെ വയറാണ്. فإذا كان لا محالة فاعلة فثلث لطعامي وثلث لشرابي وثلث لنفسي. അതായത് ഒരാളുടെ ഭക്ഷണത്തിന്റെ ക്രമം എന്ന് പറയുന്നത് 3/1 എല്ലാവരും കളിയാക്കുന്ന ഒരു ഹദീസാണത്, അല്ലെ? കുലു വശ്റബു വല തുസ്രിഫു. ആളുകൾ കളിയാക്കുന്ന ഒരു ആയത്താണത്, കളിയാക്കുന്നൊരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശമാണത്. എന്നാൽ നിങ്ങൾക്കറിയുമോ പണ്ഡിതന്മാർ ഈ ആയത്തിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? ലോകത്തുള്ള മുഴുവൻ മെഡിസിനും ഒതുങ്ങിക്കിടക്കുന്ന ഒരു ആയത്തുണ്ട് ഖുർആനിൽ, എല്ലാ മെഡിസിനും ഉൾക്കൊള്ളുന്ന ഒരു ആയത്ത്. അതേതാണ് ആയത്ത്? കുലു വശ്റബു വല തുസ്രിഫു എന്നാണ്. എല്ലാ മെഡിസിനും അതിനകത്തുണ്ട് എന്നാണ്. ഓൾമോസ്റ്റ് രോഗങ്ങൾ കടന്നു വരുന്നത് ഭക്ഷണത്തിലൂടെയാണ്, ജീവിതശൈലി രോഗങ്ങളാണ് ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിനായ മനുഷ്യൻ അവന് വാരി വലിച്ചു വിഴുങ്ങുന്ന സാഹചര്യം ഉണ്ടാവുകയില്ല. മറിച്ച് മിതമായിട്ട് കഴിക്കുന്നവനാകണം, അമിതത്വം കാണിക്കരുത് എന്നുള്ളതാണ്. അമിതമായി കഴിച്ചാൽ ശഹ്വത്ത് വർദ്ധിക്കും, ആരാധനയിൽ അലസതയുണ്ടാകും, നമുക്ക് നമ്മുടെ വികാരങ്ങളെ, ദേഷ്യത്തെ, മറ്റു കാര്യങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാകും. അത്തരം കാര്യങ്ങൾ ഒരു മുസ്ലിം ഒഴിവാക്കണം. അതുപോലെ തന്നെ ദുശ്ശീലങ്ങൾ വെടിയണം. ഒരിക്കലും പണ്ഡിതന്മാർ പറയുന്നു, ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മെഡിസിൻ വാങ്ങി കഴിക്കരുത്. അതൊരു മുസ്ലിമിന്റെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കും.
രോഗത്തിനാണ് മരുന്നുള്ളത്. തോന്നുമ്പോൾ മരുന്ന് വാങ്ങി കഴിക്കുക എന്നുള്ളത് ഒരിക്കലും അലൗഡ് ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും പറയേണ്ടത്, ഒരു മുസ്ലിം നേരത്തെ ഉറങ്ങി നേരത്തെ ഉണരുന്നവനായിരിക്കണം. മതപരമായ പഠനത്തിന് വേണ്ടി, ഭാര്യ ഭർത്താക്കൾ തമ്മിലുള്ള സന്തോഷ പ്രകടനത്തിന് വേണ്ടി, ആർക്കെങ്കിലും ഇടയിലുള്ള മസ്ലഹത്തിന് വേണ്ടി, മറ്റേതെങ്കിലും സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, ഇസ്ലാം അനുവദിച്ച കാര്യങ്ങൾക്ക് വേണ്ടി അല്ലാതെ ഉറക്കമൊഴിക്കരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് നേരത്തെ ഉറക്കം, അല്ലെ, ആളുകൾ ഇപ്പോൾ ഏറ്റവും നല്ല സന്തോഷകരമായ ആരോഗ്യകരമായ അവസ്ഥയ്ക്ക് പറയുന്ന കാര്യം എന്താ? നല്ല ഉറക്കം എന്നാണ്, അല്ലേ? 6 to 7 hours ഉറങ്ങുക എന്നുള്ളതാണ്. ആ ഒരു ഉറക്കം കൃത്യമായിട്ട് ലഭിച്ചു കഴിഞ്ഞാൽ ബാക്കി സമയം അയാൾക്ക് പൂർണ്ണമായി ആരോഗ്യത്തോടെ ഉന്മേഷത്തോടെ മുന്നോട്ട് പോകാൻ പറ്റും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഞാൻ ഉറങ്ങുന്നതിന് പോലും എനിക്ക് പ്രതിഫലം ലഭിക്കുന്നുണ്ട്. കാരണം ഞാൻ ഉറങ്ങുന്നത് എൻ്റെ ആരാധനയിൽ ഉന്മേഷം ലഭിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം, രാത്രിയുടെ ആദ്യ സമയം, ഇശാ കഴിഞ്ഞ് കാര്യങ്ങൾ തീർത്ത് വേഗം ഉറങ്ങിയാൽ അയാൾക്ക് സുബഹിന്റെ മുമ്പ് എണീറ്റ് ഏറ്റവും അഫ്ളലായ സമയത്ത് ആരാധനകൾ മുഴുകാൻ സാധിക്കും. അതുകൊണ്ട് നേരത്തെ ഉറങ്ങി നേരത്തെ ഉണരുക എന്നുള്ളതാണ്. അൽ മുഅ്മിനുൽ ഖവി, ഏറ്റവും ശക്തനായ മുഅ്മിൻ, അവനെയാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം. മിനൽ മുഅ്മിനിൽ ദഈഫ്, ദുർബലനായ ഒരു മുസ്ലിമിനേക്കാളും മുഅ്മിനേക്കാളും അള്ളാഹ്ക്ക് ഇഷ്ടം. അപ്പോൾ മനസ്സും ശരീരവും ഒരുപോലെ ബ്രൈറ്റ് ആയിരിക്കണം ഒരു മുസ്ലിമിൻ്റേത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ ശാരീരിക ഉന്മേഷത്തിന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി നമുക്ക് ചില എക്സസൈസുകളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്തുന്നതിനും ഇസ്ലാം ഒരിക്കലും തന്നെ വിപരീതം നിൽക്കുന്നില്ല. അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടത് ഖവിയായ മുഅ്മിനിനെയാണ്, മിനൽ മുഅ്മിനിൽ ദഈഫ്, ദുർബലനായ മുഅ്മിനിനേക്കാളും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മനസ്സും ശരീരവും ഒരുപോലെ ഒരു മുഅ്മിനിൻ്റേത് ശക്തമായിരിക്കണം. ആ ശരീരത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് നിർദ്ദേശങ്ങൾ ഇസ്ലാം നൽകിയതിനെ പാലിക്കുന്നവരായിരിക്കണം നമ്മൾ. വൃത്തിയും വെടിപ്പും, അത്തഹൂറു ശത്രുൽ ഈമാൻ, ഈമാനിൻ്റെ തന്നെ പാതിയാണ് എന്ന് പരിചയപ്പെടുത്തിയതാണ്. ടോയ്ലറ്റിൽ പോകുമ്പോഴുള്ള മര്യാദകൾ, കഴുകി വൃത്തിയാക്കേണ്ടതിൻ്റെ ആവശ്യകതകൾ, തുമ്മുമ്പോൾ വായ ഒപ്പിക്കൊണ്ട് തുമ്മണമെന്നും ശബ്ദം താഴ്ത്തിക്കൊണ്ട് തുമ്മണമെന്നുമൊക്കെ പ്രവാചകൻ നിർദ്ദേശിച്ച കൽപ്പനകൾ, തുപ്പുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ, കോട്ടുവായിടുമ്പോൾ നിങ്ങൾ ഫല്യറുദ്ദഹു മസ്തതഅത്, പരമാവധി നിങ്ങൾക്ക് സാധ്യമാകുന്ന അത്രയും നിങ്ങളതിനെ പിടിച്ചു വെക്കണം എന്ന് പറഞ്ഞത്. മലമൂത്ര വിസർജനത്തിൻ്റെ സമയത്ത് നിങ്ങൾ വലത് കൈ ഒഴിവാക്കി ഇടത് കൈ കൊണ്ട് ലൈംഗികാവയം സ്പർശിക്കാവൂ എന്നും കൃത്യമായി അത് വൃത്തിയാക്കിയിരിക്കണമെന്നും, ഇത്തരത്തിലുള്ള ടോയ്ലറ്റിനുള്ള ആവശ്യകത, ടോയ്ലറ്റിൽ പോകാനുണ്ടായിരിക്കെ ഇഖാമത്ത് കൊടുത്താൽ പോലും നിങ്ങൾ നമസ്കരിക്കേണ്ടതില്ല, മറിച്ച് ടോയ്ലറ്റിൽ പോവുകയാണ് വേണ്ടത് എന്നും പിടിച്ചു വെച്ചിട്ട് അതുകൊണ്ടുണ്ടാകുന്ന അപകടത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ കൂട്ടി തന്നെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. മാത്രവുമല്ല, ഒരാൾ ഏറ്റവും അധികം വൃത്തിയായി സൂക്ഷിക്കേണ്ട അയാളുടെ ശരീരത്തിൽ അയാളുടെ വായ, ലൗല അൻ അശുക്ക അല ഉമ്മത്തി ലഅമർതഹും ബിസ്സിവാക് മഅ കുല്ലി വുദൂഇൻ, എല്ലാ വുദൂഇൻ്റെ സമയത്തും നിങ്ങൾ നിർബന്ധമായും പല്ല് തേക്കണമെന്ന് ഞാൻ കൽപ്പിക്കാത്തത് നിങ്ങൾക്കതൊരു പ്രയാസമാകുമെന്ന് വിചാരിച്ചിട്ടാണ്. ഇല്ലെങ്കിൽ ഞാനത് കൽപ്പിക്കുമായിരുന്നു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. 5 നേരം വുദു എടുക്കുമ്പോൾ വായ വൃത്തിയാക്കാൻ, നേരം വെളുത്ത് എണീക്കുമ്പോഴും കിടപ്പറയിലേക്ക് പോകുമ്പോഴും പല്ല് തേക്കാൻ. അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ ചെന്ന് കയറിയാൽ ആദ്യം ചെയ്തിരുന്നത്, സലാം പറഞ്ഞ് ബിസ്മി ചൊല്ലി വീട്ടിനകത്തേക്ക് കയറിയാൽ ആദ്യം ചെയ്തിരുന്നത് അവിടുന്ന് പല്ല് തേക്കുമായിരുന്നു എന്ന സുന്നത്തിലൂടെയൊക്കെ പഠിപ്പിക്കുന്നത് ഒരു വിശ്വാസി ചീഞ്ഞു നാറി ദുർഗന്ധമൊപ്പിക്കുന്നവനല്ല, മറിച്ച് ഏറ്റവും നല്ല ശുദ്ധിയിൽ നടക്കേണ്ടവനാണ്. വലാ ഷൈഅൻ അത്യബു മിൻ റീഹി റസൂലില്ലാ, സ്വഹാബത്ത് നബിയെക്കുറിച്ച് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയേക്കാളും സുഗന്ധമുള്ള മറ്റൊന്നും ഞാൻ ഇതുവരെ മണത്തിട്ടില്ല എന്നാണ് സ്വഹാബത്ത് പറയുന്നത്. നബിയുടെ വിയർപ്പിന് സുഗന്ധമുണ്ട് എങ്കിൽ പോലും പ്രവാചകന്റെ റൊട്ടീൻ ലൈഫിൽ അവിടുത്തെ ചിട്ട അങ്ങനെയായിരുന്നു. കുളിച്ച് വൃത്തിയാകാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു. യൗമുൽ ജുംഅക്ക് കുളിക്കുക എന്നുള്ളത് പുണ്യമാണെന്ന് പരിചയപ്പെടുത്തി. അല്ലെ, ഇസ്ലാമിൻ്റെ ഒരു മഹാസിൻ എത്ര മഹനീയമാണ് അല്ലെ. പലരും അവരുടെ പ്രാഥമിക കാര്യങ്ങൾ തീർത്ത് കഴുകാതെ ഇറങ്ങിപ്പോകുമ്പോൾ കഴുകിപ്പോകാൻ നമ്മളോട് കൽപ്പിക്കുകയുണ്ടായി. ഭാര്യ ഭർത്തൃ ബന്ധത്തിന് ശേഷം കുളി നിർബന്ധമാണ്.
അല്ലേ? നമസ്കരിക്കാൻ, ഇബാദത്തുകൾ ചെയ്യാൻ, ഖുർആൻ പാരായണം ചെയ്യാൻ കുളി നിർബന്ധമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വൃത്തി ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അവൻ്റെ ശരീരം വൃത്തിയുള്ളതായിരിക്കണം, അവൻ്റെ വായ വൃത്തിയുള്ളതായിരിക്കണം, അവൻ്റെ മുടി, മൻ കാന ലഹു ശഅറുൻ ഫല്യുക്രിംഹു, ആർക്കെങ്കിലും മുടി ഉണ്ടെങ്കിൽ അതിനെ ചീകി ഒതുക്കി വൃത്തിയാക്കി കൊണ്ടുനടക്കും. അത് പാറിപ്പറഞ്ഞ് ആകെ ജടകുത്തിയ ഒരവസ്ഥയിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകരുത്. വസ്ത്രം വൃത്തിയിൽ അലക്കി വൃത്തിയാക്കി പുരുഷന്മാർ പെർഫ്യൂം ധരിച്ച് എന്നിട്ട് വേണം അവർ പുറത്തേക്ക് ഇറങ്ങാൻ. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടമാണ് അവൻ നൽകിയിട്ടുള്ള നിഅമത്തുകൾ പ്രകടമാക്കുന്നത്. അത് പ്രകടമാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ പള്ളിക്ക് നിസ്കരിക്കാൻ പോകുമ്പോഴാണ്. അത് ഉറക്ക വസ്ത്രത്തിലും ജെയ്സി അണിഞ്ഞിട്ടും പലതരത്തിലുള്ള വളരെ ലോക്കലായിട്ടുള്ള, നമ്മളൊക്കെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മാറാപ്പുന്ന ഏതെങ്കിലുമൊക്കെ ഡ്രസ്സ് എടുത്തിട്ട് വലിച്ചിട്ട് പള്ളിയിൽ പോണ സാഹചര്യമില്ലാതെ, ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദ്, നിങ്ങൾ പള്ളികളിൽ ഏറ്റവും നല്ല അലങ്കാരം സ്വീകരിക്കണമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആർഭാടം കാണിക്കണമെന്നോ ജാട കാണിക്കണമെന്നോ ഒന്നുമല്ല പറയണേ. പടച്ച റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ള ആ നിഅമത്തുണ്ട്, ഇന്നല്ലാഹ യുഹിബ്ബു അൻ യുറാ അഥറു നിഅമതിഹി അലാ അബ്ദിഹി. പടച്ചോൻ തന്ന നിഅമത്ത് അതിനെ ഒരിക്കലും പ്രകടമാക്കാതിരിക്കരുത്. ഉണ്ടായിട്ടും ഇല്ലാത്തവരെ പോലെ കീറിപ്പറഞ്ഞതിട്ട് നടക്കുക എന്നുള്ളത് ഒരിക്കലും ശരിയല്ല. എന്തിനാണ് ഈ ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത് എനിക്കറിയില്ല. ആളുകളിൽ നിന്ന് വല്ല സഹായം കിട്ടാൻ വേണ്ടിയിട്ടാണോ, ഇനി ആരെങ്കിലും നമ്മളോട് വന്ന് സഹായം ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണോ, ഇതൊന്നും അറിയില്ല. നിഅമത്ത് കിട്ടിയിട്ടും അത് പ്രകടമാക്കാതെ മുന്നോട്ട് പോകുന്ന അല്ലാഹുവിന് ഒരിക്കലും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഒരു മുസ്ലിമായ മനുഷ്യൻ അയാളുടെ ശരീരത്തിലും വസ്ത്രത്തിലും പാലിക്കേണ്ട ഈ ശുദ്ധിയും വൃത്തിയും നമ്മൾ പാലിക്കണം. കാരണം അല്ലാഹു യുഹിബ്ബുൽ ജമാൽ, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നവനാണ്. കിബറിനെ കുറിച്ച് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു കാര്യം പറഞ്ഞ്, നബിയെ നല്ല വസ്ത്രം ധരിക്കാൻ ഇഷ്ടപ്പെടുന്നത്, നല്ല ചെരുപ്പ് ധരിക്കുന്നത്, ഇതൊക്കെ കിബറാകുമോ ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞാണ്, ഇന്നല്ലാഹ ജമീലുൻ വയുഹിബ്ബുൽ ജമാൽ, അല്ലാഹ് ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗിയിൽ നടക്കുന്നത് ഇഷ്ടപ്പെടുന്നു എന്നാണ്. അല്ലാഹ് വിലക്കിയ ഡ്രസ്സും കോലവും ധരിച്ച് മുതബർരിജാത്തുകളായിട്ട് ജാഹിലിയത്തിലെ പോലെ ആളുകൾ ആകർഷിക്കുന്ന തരത്തിലുള്ള വേഷഭൂഷാദികളുമായി പബ്ലിക്കിലേക്ക് ഇറങ്ങണം എന്നല്ല അതിൻ്റെ അർത്ഥം. ഇസ്ലാം വെച്ച അതിർവരമ്പുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് അള്ളാഹു നമുക്ക് അനുവദിച്ച് നൽകിയിട്ടുള്ള ഏറ്റവും നല്ല വൃത്തിയും വെടിപ്പിലും നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഖംസും മിനൽ ഫിത്ര, ഫിത്രത്തിൽപ്പെട്ട 5 കാര്യങ്ങൾ. ഒന്ന് അൽ ഖിതാൻ, ചേലാക്രമം ചെയ്യുക എന്നുള്ളതാണ്. ഹൽഖുൽ ആന്ന വനത്ഫുൽ ഇബ്ത് വതഖ്ലീമുൽ അദാഫിർ വഖസ്സു ശാരിബ്, അതായത് കക്ഷരോമം പറിക്കുക, ഗുഹ്യരോമം വടിക്കുക, നഖം മുറിക്കുക, മീശ വെട്ടി ഒതുക്കുക എന്നുള്ളതാണ്. വലിയ മീശ വെച്ച് വായിലേക്ക് തൂങ്ങി നിന്ന് കഴിക്കുന്ന ഭക്ഷണമൊക്കെ അതിൽ പറ്റിപ്പിടിച്ച് വളരെ കണ്ടാൽ തന്നെ പേടിയാകുന്ന കൊമ്പൻ മീശ വെച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. ഖസ്സു ശാരിബി മശ്റൂഉൻ, മീശ വെട്ടി ഒതുക്കുക എന്നുള്ളത്, വായിലേക്ക് തൂങ്ങിപ്പോകാതെ മീശ ഖസ്സ് ചെയ്യുക എന്നുള്ളത് സുന്നത്താണ്. വഅമ്മാ ഹൽഖുൽ ലിഹ്യ ഫഹു ഹറാം, താടി വടിക്കുക എന്നുള്ളത് അത് നിഷിദ്ധമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മീശയെ വെട്ടി ഒതുക്കാനും താടിയെ ചീകി മിനുക്കാനും മുടിയെ ഏറ്റവും മനോഹരമാക്കി വെക്കാനും പുതിയ ഫാഷനുകളൊക്കെ എന്തൊക്കെയാണ് അല്ലേ, ഒന്നായിട്ട് വളർത്തിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് കൊടയ, എന്നിട്ട് പ്രത്യേകിച്ച് രൂപവും കോലൊന്നും ഇല്ലാണ്ട് കാട് പിടിച്ചിങ്ങനെ നടക്കുക, ഇതൊക്കെയല്ല ഇന്നത്തെ ട്രെൻഡ്. ഇതെന്തിനാണ് ഇങ്ങനെ വെച്ചാൽ ട്രെൻഡിനൊപ്പം എന്നാണ് പറയാ. നമ്മൾ ട്രെൻഡിനൊപ്പം അല്ല, നമ്മൾ സംസ്കാരത്തോടൊപ്പമാണ്, നമ്മൾ ഖുർആനിനോടൊപ്പമാണ്, നമ്മൾ സുന്നത്തിനോടൊപ്പമാണ്. ഏറ്റവും മാന്യമായിട്ട് നമ്മുടെ മുന്നിൽ ജീവിച്ച് കാണിച്ചു തന്ന, ഇയാളെ ഫോളോ ചെയ്ത് പോയല്ലോ പടച്ചോനെ എന്ന് കുറ്റബോധം ഉണ്ടാകേണ്ടതില്ലാത്ത ഏക ഒരു പെർഫെക്റ്റ് പേഴ്സൺ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല വൃത്തിയിൽ നടക്കുന്നവനായിരിക്കണം ഒരു വിശ്വാസി എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അവൻ്റെ എല്ലാ രംഗത്തും വൃത്തി ഉണ്ടായിരിക്കണം. അവൻ വസിക്കുന്ന, അവൻ ഉറങ്ങുന്ന റൂമും അവൻ പിന്നെ കഴിക്കുന്ന പാത്രവും എല്ലാം, അവൻ കൈകാര്യം ചെയ്യുന്ന ഇടങ്ങളെല്ലാം. നോക്കൂ, നമുക്ക് ഈ മലമൂത്ര വിസർജനത്തിനുണ്ടായിട്ട് അതിനൊരു സൗകര്യമില്ലാതിരിക്കുമ്പോഴാണ് ബുദ്ധിമുട്ട്. എത്രയാണ് ഓടിക്കതച്ച് ഒരു സൗകര്യം നമ്മൾ കണ്ടെത്തി അവിടെ നമ്മൾ നിവർത്തിക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെ നിറച്ച് വെച്ചിട്ട് പോയിട്ടുണ്ടാവും ചില ആൾക്കാർ, ക്ലീനാക്കാതെ വൃത്തിയാക്കാതെ. ആ ആളുകളോട് നമുക്ക് അപ്പോൾ തോന്നുന്ന വെറുപ്പും ഈർഷ്യതയും അവിടെ കയറി വരുന്ന ആളുകൾ അയാൾക്ക് കൊടുക്കുന്ന പ്രാക്കവും എത്രയായിരിക്കും. എന്നാൽ അതുപോലെ തന്നെയല്ലേ നമ്മളും വൃത്തിയാക്കാതെ ഇറങ്ങിപ്പോയാലുണ്ടാവുക.
അതുകൊണ്ട് ടോയ്ലറ്റും മറ്റ് കാര്യങ്ങളും വൃത്തിയോടുകൂടെ കാത്തു സൂക്ഷിക്കണം അല്ലേ. ചില ആളുകളുടെ നരമ്പ് ഇളകുന്നത് പബ്ലിക്കായിട്ടുള്ള ഇത്തരം ടോയ്ലറ്റുകളിൽ കയറുന്ന സമയത്താണ്. അവർക്ക് അവിടെ നമ്പർ എഴുതി വെക്കണം, കമൻറ്റുകൾ അടിക്കണം. വളരെ മോശമായിട്ട് അതിലെ പൈപ്പ് പൊട്ടിച്ച് അതിനെ വൃത്തികേടാക്കി കാര്യം സാധിച്ച് ഇറങ്ങിപ്പോകുന്നവൻ എത്ര വൃത്തികെട്ടവനാണ് അല്ലേ. അവൻ നല്ല വേഷവും കോലവും ഒക്കെ ധരിച്ചിട്ട് എന്ത് കാര്യമാണ്? ഒരു പബ്ലിക് പ്രോപ്പർട്ടി, ഏറ്റവും ധാരാളം ആളുകൾ ഉപയോഗിക്കുന്നൊരു ഇടം, ഞാൻ വൃത്തിയോടുകൂടെ കാത്തു സൂക്ഷിക്കണമെന്ന കോമൺ സെൻസ് ഇല്ലാത്തവന് എന്ത് ക്വാളിഫിക്കേഷൻ, എന്ത് സർട്ടിഫിക്കറ്റ്, എന്ത് മതം, എന്ത് ധാർമ്മികത, അതൊക്കെ ശരിക്ക് ആളുകൾക്ക് സംഭവിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെയാണ് പബ്ലിക്കിൽ ആളുകൾ വാഹനം ഓടിക്കുമ്പോൾ പുറത്തേക്ക് കാർക്കിച്ചു തുപ്പും. പിന്നിൽ വരുന്ന ആളുകളുടെ നേരെ മുഖത്തേക്കാണ് അത് വന്ന് പതിക്കുന്നത്. മാറ്റി ഒരുങ്ങി ജോലിക്ക് പോണ ആളുകളുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുന്ന ആൾക്കാരെ അലക്ഷ്യമായിട്ട് ചെയ്യുന്നതായിരിക്കാം, ഓർക്കാതെ ചെയ്യുന്നതായിരിക്കാം. പക്ഷെ വാഹനം ഓടിക്കുമ്പോൾ കുറച്ചൊക്കെ ഓർമ്മ വേണം. അശ്രദ്ധമായിട്ട് ചെയ്യേണ്ട കാര്യമല്ല അത്. ഫോൺ ഉപയോഗിച്ചുകൊണ്ടും പാട്ട് കേട്ടുകൊണ്ടും മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടും വിഷ്വൽസ് കണ്ടുകൊണ്ടും ഒക്കെ വാഹനം ഓടിക്കുമ്പോൾ ചിലപ്പോൾ വാഹനത്തിൻ്റെ കാര്യത്തിലും ആളുകളുടെ കാര്യത്തിലും കൂടെ റോഡിൽ സഞ്ചരിക്കുന്ന ആളുകളുടെ കാര്യത്തിലൊക്കെ അശ്രദ്ധ വന്നു എന്ന് വന്നേക്കാം. ഒരാൾക്കും ഉപദ്രവം ഉണ്ടാക്കാത്ത കോലത്തിൽ എല്ലായിടവും വൃത്തിയായി കാത്തു സൂക്ഷിക്കണം. ഈ അടുത്ത് എന്നോട് ഒരാൾ പറഞ്ഞു, നിങ്ങൾ പ്രസംഗിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം പറയണം. എന്ത്? നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, വെള്ളം കുടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, അത് നിക്ഷേപിക്കാനുള്ള പ്രത്യേകമായ സ്ഥലം പഞ്ചായത്തുകളും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. ഒരു സ്ഥലം പ്രത്യേകമായിട്ട് കണ്ടിട്ടില്ലേ, ഒരു കമ്പിക്കൂട്, അത് ഇടാനുള്ളതാണ്. പക്ഷെ ആളുകൾ എന്താ ചെയ്യുക? കുടിച്ച് നേരെ പുറത്തേക്ക് വലിച്ചെറിയുക ചെയ്യുക. ഓറഞ്ച് തൊലിച്ചിട്ട് വേഗം തൊലി നേരെ പുറത്തേക്ക് വലിച്ചെറിയുക ചെയ്യുക. ഇതൊന്നും ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. മുസ്ലിം വൃത്തിയും വെടിപ്പുമുള്ളവനാണ്. അവൻ്റെ ശരീരവും അവൻ്റെ വസ്ത്രവും അവൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളും അവൻ ജീവിക്കുന്ന സമൂഹത്തിലും വൃത്തിയും വെടിപ്പും കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് ഒരു വിശ്വാസിയായ മനുഷ്യൻ മുന്നോട്ട് പോകേണ്ടത്. അവൻ്റെ ബാഹ്യം മാത്രമല്ല, അവൻ്റെ ആന്തരികവും ശുദ്ധമായിരിക്കണം. ഹറാമുകളിൽ നിന്ന് മുക്തമായ, അസൂയയും പകയിൽ നിന്ന് മുക്തമായ, ഫ്രസ്ട്രേഷനുകളിൽ നിന്ന്, ടെൻഷനുകളിൽ നിന്ന് മുക്തമായ, സമാധാനവും ശാന്തിയോടുകൂടെ, സമാധാന ചിത്തതയോടുകൂടെ മുന്നോട്ട് പോകുന്നവനായിരിക്കണം ഒരു മുഅ്മിനായ മനുഷ്യൻ. അതുകൊണ്ടാണ് ഒരു മുഅ്മിന്റെ ഈമാനിനെ, മനസ്സിന്റെ ആരോഗ്യത്തെ ഉറപ്പിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നിർബന്ധമായിട്ടും നൽകിയിട്ടുള്ള ചില നിർദ്ദേശങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം. ഓരോ മുസ്ലിമിനും മുസ്ലിമത്തിനും നിർബന്ധമാണ് ഇൽമ് നേടുക എന്നുള്ളത്. എന്തിനാ ഇൽമ്? നമ്മുടെ മനസ്സും നമ്മുടെ ബുദ്ധിയും തെളിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതൊക്കെ നമ്മുടെ മനസ്സിനെ, നമ്മുടെ ബുദ്ധിയെ മരവിപ്പിക്കുകയും മലീമസപ്പെടുത്തുകയും ചെയ്യും. അത് മലീമസമാക്കാത്ത കോലത്തിൽ ത്വലബുൽ ഇൽമു ശർഈ, ഇൽമു ശർഈ, മതപരമായ വിദ്യാഭ്യാസം നുകരുക എന്നുള്ളത് അത്യാവശ്യമാണ്. നമ്മൾ പറഞ്ഞു വന്നത് മനസ്സിനെ മലീമസപ്പെടുത്തുന്ന, ബുദ്ധിയെ മരവിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒരു മുഅ്മിനിന്റെ, ഒരു മുസ്ലിമിന്റെ ബുദ്ധി തെളിഞ്ഞതായിരിക്കണം. അവൻ്റെ ശരീരവും അവൻ്റെ വസ്ത്രവും അവൻ ജീവിക്കുന്ന പരിസരവും വൃത്തിയുള്ളതുപോലെ തന്നെ ആയിരിക്കണം അവൻ്റെ ഹൃദയവും എന്നുള്ളതാണ്. അതിനാണ് ത്വലബുൽ ഇൽമ് നിർബന്ധമാക്കിയത്. അതുപോലെ തന്നെ അദ്കാറുകൾ നമ്മുടെ ഹൃദയത്തിനുള്ള സാദാണ്, ഉപജീവനമാണ്. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ, അദ്ദേഹത്തെ ഇബ്നുൽ ഖയ്യിം കാത്തിരിക്കുകയാണ്. കുറേ നേരം കഴിഞ്ഞിട്ടും അദ്ദേഹം പുറത്തു വരുന്നില്ല. ആ സമയത്ത് അദ്ദേഹം കുറേ നേരം കാത്തിരുന്ന് ഷെയ്ഖിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഇത്രയും നേരം ദിക്ർ ചൊല്ലുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത്രേ, എൻ്റെ മനസ്സിനുള്ള ഭക്ഷണമാണ് ദിക്ർ. ഞാനത് സ്വീകരിച്ചില്ലെങ്കിൽ, ഞാനത് കഴിച്ചില്ലെങ്കിൽ എൻ്റെ ഖുവ്വത്ത് ദുർബലമായി പോവും, ദ്രവിച്ചു പോകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് ചരിത്രത്തിൽ ശൈഖുൽ ഇസ്ലാം കാണിച്ച കരുത്ത് നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലേ. ആ കരുത്ത് അദ്ദേഹത്തിന്, അത്രയും മനക്കരുത്ത് അദ്ദേഹത്തിന് കിട്ടുന്നത് ആ ദിക്റിലൂടെയാണ്, അദ്കാറിലൂടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നല്ലത് കേൾക്കാനും, നല്ലത് വായിക്കാനും, നല്ലത് കാണാനും, നല്ല ഇൽമ് പഠിക്കാനും, അദ്കാറുകളും മറ്റും ചൊല്ലി നമ്മുടെ മനസ്സിനെ ആരോഗ്യമുള്ളതാക്കുവാനും ഒരു മുസ്ലിമായ മനുഷ്യൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവനോട് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചത്. മൂന്നാമത്തെ കാര്യം, അൽ മുസ്ലിം മഅ വാലിദൈഹി. ഒരു മുസ്ലിം തൻ്റെ മാതാപിതാക്കളോട്
ഏറ്റവും നല്ല സ്നേഹത്തിലും ഏറ്റവും നല്ല ബഹുമാനത്തിലും ഏറ്റവും നല്ല കടപ്പാട്, ആ ഒരു മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവനായിരിക്കണം. നോക്കൂ, വിശുദ്ധ ഖുർആൻ വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാന, പടച്ച റബ്ബിനോടുള്ള കടപ്പാട് പറഞ്ഞതിന് ശേഷം മാതാപിതാക്കളോടുള്ള കടപ്പാടാണ് പറഞ്ഞതെങ്കിൽ ആ ഒരു മാതാപിതാക്കളുടെ ദറജ എത്ര വലുതായിരിക്കും. ഇന്ന് ഈ കൊച്ചു കേരളത്തിൽ എത്ര വൃദ്ധസദനങ്ങളും അഗതി മന്ദിരങ്ങളും ഉണ്ട് എന്നുള്ളത് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് നമ്പർ കിട്ടും. ഇത്രയും വലിയ വിദ്യാസമ്പന്നത നേടിയ നാട്ടുകാർക്ക്, ആ മക്കൾക്ക് സ്വന്തം പാരൻസിനെ നോക്കാൻ ഒഴിവില്ല, അല്ലെങ്കിൽ അവർക്കതിന് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനവർക്ക് മനസ്സില്ല. അല്ലെ, ഭാര്യയോടൊപ്പം കൂടിയിട്ട് പ്രായമായ മാതാപിതാക്കളെ അടിച്ചിറക്കി വിടുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ പരാജയം അവിടെ തുടങ്ങാണ്. കാരണം ഒരാൾ ചെയ്ത തിന്മക്ക് ഭൂമി തന്നെ ശിക്ഷ കിട്ടുന്നതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് മാതാപിതാക്കളെ ദ്രോഹിക്കുക എന്നുള്ളത്. ഒരാൾ ചെയ്ത എത്ര വലിയ പാപമാകട്ടെ അത് പൊറുക്കപ്പെടാനുള്ള ഏറ്റവും വലിയ സബബാണ് ഒരാൾ തൻ്റെ മാതാപിതാക്കളെ സേവിക്കുക എന്നുള്ളത്. അതല്ലേ പണ്ഡിതന്മാർ സ്വഹാബത്തിന്റെ അടുക്കലൊക്കെ വന്ന് വൻ പാപങ്ങൾ ചെയ്തവർ ഞാൻ എന്തു ചെയ്യണം ചോദിച്ചപ്പോൾ നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവിടെ പോയി നീ പുണ്യം ചെയ്യ് എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടൊരു മുസ്ലിം അവൻ്റെ കുടക്കീഴിൽ അവൻ്റെ ഉമ്മയും ഉപ്പയും ഹാപ്പി ആയിരിക്കണം. അപ്പം നമ്മളൊരു മുസ്ലിം എന്ന നിലക്ക് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കുടക്കീഴിൽ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടോ? അവർക്ക് വേണ്ട സാഹചര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ടോ? അവർക്ക് വേണ്ട ബഹുമാനവും ആദരവും നമ്മൾ വകവെച്ചു കൊടുക്കുന്നുണ്ടോ? അവർ പറയുന്നത് നമ്മൾ അനുസരിച്ച് മുന്നോട്ട് പോകുന്നുണ്ടോ? അവരുടെ പ്രതീക്ഷക്കനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടോ? അവരെ പേടിപ്പിക്കാതെ, അവരെ ബേജാറാക്കാതെ, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ദീനിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ എന്നത് പരിശോധിക്കേണ്ടതാണ്. നമ്മൾ മക്കളോടൊക്കെ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ മുടിയിലും നിങ്ങളുടെ വേഷത്തിലും നിങ്ങളുടെ സംസാരത്തിലും മാറ്റങ്ങൾ വന്നു തുടങ്ങുമ്പോൾ ഏറ്റവും അധികം ബേജാറാകുന്നത് നിങ്ങളുടെ മാതാപിതാക്കളാണ്. ഒരുപക്ഷെ നിങ്ങൾക്കൊരു മാറ്റവും ഉണ്ടായിട്ടുണ്ടാവില്ല, പക്ഷേ മുടി മാറുന്നതോടുകൂടെ, വേഷം മാറുന്നതോടുകൂടെ, സംസാരത്തിന്റെ സ്ലാങ് മാറുന്നതോടുകൂടെ, ഇന്നലെ വരെ കയർക്കാത്ത കുട്ടി ഇന്ന് കയർത്ത് സംസാരിക്കുന്നതോടുകൂടെ വേദനിച്ചു തുടങ്ങുകയാണ് ആ മനസ്സ്. നാട്ടുകാർക്ക് മുഴുവൻ സേവനം കൊടുത്തിട്ടും സ്വന്തം ഉമ്മനെയും ഉപ്പനെയും നേർക്കുനേരെ പരിചരിക്കാനും പരിലാളിക്കാനും അവരോട് മാന്യമായി ഇടപെടാനും കഴിയാത്തവനിൽ എന്ത് ഖൈറാണുള്ളത്? അള്ളാഹു നമുക്കൊക്കെ അതിനുള്ള തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബി ഫീ റിദൽ വാലിദൈൻ സുഖ്തുർ റബ്ബി ഫീ സുഖ്തിൽ വാലിദൈൻ, മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹിന്റെ തൃപ്തി, മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹിന്റെ കോപം. പ്രായമായ മാതാപിതാക്കളാണോ നിനക്ക് സ്വർഗത്തിൽ പോകാനുള്ള സബബാണത്. യുദ്ധത്തിന് വന്ന ആളോടാ റസൂൽ പറഞ്ഞത് ഫഫീഹിമാ ഫജാഹിദ്, നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നീ അവിടെ പോയിട്ട് ജിഹാദിൽ ഏർപ്പെടുക എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേ. അതുകൊണ്ട് ഇഹ്സാൻ എന്ന വേടിനെ ശരിക്കും അന്വർത്ഥമാക്കും വിധം എങ്ങനെയാണോ നമ്മളൊക്കെ പാരൻസ് ആണല്ലോ, നമ്മുടെ മക്കളെ പോറ്റാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന റിസ്ക് നമുക്കറിയാം. അതും ഉള്ള കാലത്ത്. എന്നാൽ ഇല്ലായ്മയുടെ കാലത്ത് എങ്ങനെയായിരിക്കും അവർ നമ്മളെ പോറ്റിയിട്ടുണ്ടാവുക? എത്ര വേദനകൾ സഹിക്കുന്നു, എത്ര ഉറക്കമൊഴിക്കുന്നു, എത്ര ക്ലേശം സഹിക്കുന്നു നമ്മൾ. അതേ എഫേർട്ട്, അതിനേക്കാൾ കൂടുതൽ പഴയ കാലത്ത് നമ്മുടെ പാരൻസ് അനുഭവിച്ചിട്ടില്ലേ? അതുകൊണ്ട് ഇനിയും അവർ വേദനിക്കണം, ഇനിയും അവർ പണിയെടുക്കണം, ഇനിയും അവർ എല്ലാവരെയും തൃപ്തിപ്പെടുത്തണം, ഇനിയും അവർ നമ്മൾ വിചാരിച്ച പോലെ നടക്കണം എന്ന് വിചാരിച്ചാൽ ഒരിക്കലും ശരിയാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമായ ആളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും വലിയ ഒരു ശ്രദ്ധ അയാൾ കൊടുക്കേണ്ടത് സ്വന്തം പാരൻസിലേക്കാണ്. അവർക്ക് ഏറ്റവും നല്ല ഇഹ്സാൻ ചെയ്തു കൊടുക്കാൻ, കാരുണ്യത്തിന്റെ ചിറകുകൾ വിരിച്ചു കൊടുത്ത് ഏറ്റവും നന്നായി പരിചരിച്ച് അവരെ രോഗാവസ്ഥയിലും വാർദ്ധക്യാവസ്ഥയിലും, ഒരു കുട്ടിയുടെ മൈൻഡിനേക്കാളും തരം താന്നു പോകുന്ന, എന്നോടൊരു സുഹൃത്ത് പറയുണ്ടായി, കുട്ടിയാണെങ്കിൽ നമുക്ക് കുട്ടിയാന്ന് വിചാരിച്ച ഇത് കുട്ടിയല്ലല്ലോ, അതാണ് പ്രശ്നം. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് യുദ്ധത്തിൽ പോയിട്ട് വെട്ടും കുത്തും സഹിക്കുക എന്ന് പറഞ്ഞാൽ എത്ര പെയിൻഫുൾ ആണ്. അതിനു പകരം നീ നിന്റെ ഉമ്മൻ്റെ ഉപ്പൻ്റെ അടുത്ത് പോയി ജിഹാദിൽ ഏർപ്പെടുന്ന റസൂൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുദ്ധത്തെക്കാളും വലിയ അധ്വാനം ഉണ്ടാവും എന്നുള്ളത് തന്നെയല്ലേ. അതുകൊണ്ട് തന്നെ ആ അധ്വാനം വെറുതെയല്ല, നമുക്ക് സ്വർഗം വാങ്ങിച്ചു തരുന്ന വലിയൊരു സബബാണ് ബിർറുൽ വാലിദൈൻ. നബിയെ, അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശ്രേഷ്ഠമായ കർമ്മം ഏതാണ്? നീ നിന്റെ മാതാപിതാക്കളെ പരിചരിക്കലാണ്. ഏറ്റവും നല്ല നിലക്ക് എങ്ങനെ പരിചരിക്കണമോ
അവരുടെ നീഡ്സ് എന്താണോ അത് അല്ലേ. ചിലപ്പോൾ നമ്മൾ അടുത്ത് ചെന്നിരുന്ന് ഉമ്മ എന്ന് വിളിക്കലായിരിക്കും, അവരെ ഒന്ന് ചേർത്ത് പിടിക്കലായിരിക്കും, അവരൊന്ന് തലോടലായിരിക്കും, അവരൊന്ന് ചുംബിക്കലായിരിക്കും. എല്ലാം അഭിമാനത്തോടെ ചെയ്യാൻ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു കൊടുക്കാൻ. എൻ്റെ പണിയല്ലല്ലോ, അവൻ്റെ പണിയല്ലേ, ഞാൻ മാത്രമല്ലല്ലോ, അവരുമുണ്ടല്ലോ എന്നൊക്കെ പറയുന്നതിന് പകരം വിദേശത്തൊരു കോടതിയിൽ ഒരു മകൻ സ്വന്തം ഉപ്പനെയും പിടിച്ചു വെച്ചിട്ട് വേറെ മക്കൾക്ക് കൊടുക്കായിട്ട് ആ മക്കൾ കേസ് കൊടുത്തു, ഞങ്ങൾക്ക് തരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അവസാനം കോടതി വിധിച്ചു ഇത്ര ദിവസം എല്ലാ കുട്ടികളുടെയും മക്കളുടെ അടുക്കലേക്ക് പോകാൻ പെർമിഷൻ കൊടുക്കണമെന്ന്. കരഞ്ഞിട്ടാണ് ഈ മകൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നത്. അയാൾ പറയുന്നത് എൻ്റെ സ്വർഗത്തിലേക്കുള്ള കവാടമാണ് നിങ്ങൾ കൊട്ടിയടച്ചതെന്ന് വക്കീലിന്റെ മുഖത്ത് നോക്കിയിട്ട് അയാൾ പറയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സ്വർഗ കവാടങ്ങളാണ് നമ്മുടെ മാതാപിതാക്കൾ. ഒരു മുസ്ലിം മാതാപിതാക്കളോട് ഏറ്റവും നല്ല നിലക്ക് പെരുമാറേണ്ടവനാണ് എന്നുള്ളതാണ് മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നാലാമത്തെ കാര്യം അൽ മുസ്ലിം മഅ സൗജത്തിഹി എന്നാണ്. ഒരു മുസ്ലിം തൻ്റെ ഇണയുമായിട്ട് എങ്ങനെയായിരിക്കണം? ഒരു മുസ്ലിമിൻ്റെ ആ ഒരു ഗുണം, ആ ഒരു മഹത്വം, ആ ഒരു തെളിച്ചം അവൻ്റെ എല്ലാറ്റിനും ഉണ്ടായിരിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ സ്വന്തം കുടുംബത്തിൽ ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. വ അന ഖൈറുക്കും ലി അഹ്ലി. എന്നിട്ട് റസൂൽ പറയാം, ഞാൻ നിങ്ങളോട് വെറുതെ പറയല്ല, ഞാൻ എൻ്റെ വീട്ടുകാരോടാണ് ഏറ്റവും മാന്യമായി പെരുമാറുന്നതെന്ന്. എന്തെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഭാര്യമാർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്, ഭാര്യമാർ തമ്മിൽ ആസൂത്രണം ചെയ്തുണ്ടായിട്ടുണ്ട്. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ എല്ലാവരെയും പരിചരിച്ചു, എല്ലാവർക്കും വേണ്ട സൗകര്യങ്ങൾ കൊടുത്തു, അവരുടെ ചിലവുകൾ നിവർത്തിച്ചു പോന്നു. പെണ്ണെന്ന നിലക്ക് അവർക്കുള്ള ബലഹീനതയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് റസൂലുള്ള രാവിലെയും വൈകുന്നേരവും എല്ലാ ഭാര്യമാരുടെ അടുക്കിലേക്കും പോയി. അവരോട് സലാം പറഞ്ഞവരുടെ വിവരം അന്വേഷിച്ച് രാവിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കാര്യങ്ങളിലേക്ക് പോകും. വൈകുന്നേരം ഓരോരുത്തരുടെയും അടുക്കൽ ചെന്ന് അവർക്ക് കേൾക്കാനുള്ളത് പറയാനുള്ളത് കേട്ട് അവരോട് സ്നേഹം പങ്കുവെച്ച് പ്രവാചകൻ ആ ദൗത്യം നിർവഹിക്കും. എത്ര മനോഹരമായിട്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിർവഹിച്ചത്. മാത്രവുമല്ല, മരിക്കുന്ന സമയം പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ഞാൻ നാളെ എവിടെയാണ്? ആയിഷ ബീവിയുടെ വീട്ടിൽ മരിക്കണമെന്ന ഒരു ആഗ്രഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്, അവിടെ ആയിരിക്കണം തൻ്റെ അവസാനത്തെ നിമിഷം എന്നൊരു ആഗ്രഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാര്യമാരുമായുള്ള ആ ഒരു അറ്റാച്ച്മെന്റ്, ഭർത്താവുമായുള്ള ഒരു അറ്റാച്ച്മെന്റ്, അവരോടുള്ള ആ ഒരു പെരുമാറ്റം, നമ്മുടെ ഇസ്ലാമിൻ്റെ ആ ഒരു പ്രകടനം അവിടെ ഉണ്ടാവണം. മനസ്സിലായില്ലേ? അതാണ് ഖിയാറുക്കും ലി അഹ്ലീക്കും എന്ന്. നിങ്ങളുടെ കുടുംബത്തോടായിരിക്കണം നിങ്ങൾ ഏറ്റവും നന്നായി പെരുമാറണം. അപ്പൊ എന്തായിരിക്കണം? പരസ്പരം ആത്മാർത്ഥമായി സ്നേഹിക്കണം. സ്നേഹിക്കേണ്ടി പറഞ്ഞാൽ പോരാ, ആ സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്. അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കായി, പ്രവർത്തനങ്ങളായി, സഹായങ്ങളായി, സഹകരണങ്ങളായി, താങ്ങും തണലുമായി, പരസ്പരം രാവും പകലും പോലെ അല്ലെ, പരസ്പരം വസ്ത്രം പോലെ. ഹുന്ന ലിബാസുല്ലക്കും വ അൻതും ലിബാസുല്ലഹുന്ന. ശരിക്കും ഒരു വസ്ത്രം പോലെ പരസ്പരം ഇണങ്ങി ഇഴകി സ്നേഹത്തോടെ ജീവിക്കാനും അതോടൊപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്ഥാനങ്ങൾ വകവെച്ചു കൊടുക്കാൻ പുരുഷന്മാരോട് പറഞ്ഞു, ഫത്തഖുല്ലാഹ ഫി നിസാഇക്കും, നിങ്ങളുടെ സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. അവരുടെ കാര്യത്തിൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. കറക്റ്റ് ഉത്തരം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ പിടികൂടപ്പെടും. അതുപോലെ സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിക്കണം. നിങ്ങൾ അവരെ അനുസരിച്ചാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാനുള്ള ഒരു സബബ് അതാണ്. 5 നേരം നിസ്കരിച്ച് നോമ്പ് നോറ്റ് ലൈംഗികാവയത്തെ കാത്തു സൂക്ഷിച്ച് ഭർത്താവിനെ അനുസരിച്ചാൽ സ്വർഗത്തിന്റെ ഏത് ഡോറിലൂടെയും പോകാം ഒരു പെണ്ണിന്. ഭർത്താവിന്റെ കീഴിൽ ഞാൻ അടിമയാണെന്നല്ല, ഭർത്താവിന്റെ കീഴിൽ നീ സുരക്ഷിതയാണ്. നിന്റെ ഗാർഡിയനാണ് അയാൾ, നിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തയാളാണ് അയാൾ. രാവും പകലും നിന്നെയും മക്കളെയും പോറ്റാൻ വേണ്ടി പെടാപാടുപെടുന്നവനാണ് അയാൾ. പെണ്ണിന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചും ഒറ്റക്കാലിൽ നിൽക്കേണ്ടതിനെ കുറിച്ചൊക്കെ ആളുകൾ വാതോരാതെ സംസാരിക്കുമ്പോൾ, ജീവിതം മുഴുവൻ അടുക്കളയിൽ കുടുംബത്തിന് വേണ്ടി ഹോമിച്ചു എന്ന് പറയുമ്പോൾ, രാവിലെ മുതൽ നട്ടപ്പാതിര വരെ കഠിനാധ്വാനം ചെയ്ത് കുടുംബത്തിന് വേണ്ടിയിട്ട് എല്ലുമുറി അധ്വാനിച്ച് തലനരച്ച് താടി നരച്ച് രോഗങ്ങളും പേറി പ്രവാസ ലോകത്ത് നിന്ന് നാട്ടിലേക്ക് വണ്ടി കയറുന്ന ആളെക്കുറിച്ച് ഇവിടെ ആരും പറയാറില്ല. ആർക്കും പരാതിയുമില്ല, ഞമ്മക്കും പരാതിയില്ല. കാരണം ഇത് ചിലവഴിക്കുന്നത് ആരുടെയെങ്കിലും സപ്പോർട്ടിന് വേണ്ടിയല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നിന്റെ ഭാര്യയുടെ വായിൽ ഒരു ഉരുള വെച്ചു കൊടുത്താൽ അത് സ്വതക്കയാണ്.
അതുകൊണ്ട് ആ ഒരു ഉത്തരവാദിത്വം ആ നിലക്ക് തന്നെ മനോഹരമായി നമ്മൾ നിർവഹിക്കുമ്പോൾ ഇണകൾ, ഭാര്യമാർ, ഇണകൾ ആ ഒരു ഭാഗത്ത് തൻ്റെ ഭർത്താവിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനും അനുസരിക്കാനും അയാൾക്ക് വേണ്ട ആ ഒരു സ്ഥാനമാനങ്ങൾ വകവെച്ചു കൊടുക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പരസ്പരം അറിയുക, പരസ്പരം സന്തോഷിപ്പിക്കുക, രണ്ടാളും ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി ചെയ്യുക. എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും കുഴപ്പങ്ങൾ ഉണ്ടാകും, അത് വിട്ടുപുറത്തു കൊടുക്കുക. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ വറദിയ ബിഹ ആഖർ, നിനക്ക് മറ്റൊന്ന് ആലോചിച്ച് നീ തൃപ്തിപ്പെടുക. മനസ്സിലായില്ലേ? എല്ലാറ്റിനെ കുറിച്ച് പോസിറ്റീവായിട്ട് കാണാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോത്സാഹിപ്പിക്കാനും തൃപ്തിപ്പെടുവാനും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മുസ്ലിം തൻ്റെ കുടുംബത്തെ ഏറ്റവും ബുദ്ധിപരമായിട്ടും യുക്തിദീക്ഷയോടുകൂടെയും വളരെ സ്നേഹത്തോടുകൂടെയും ചേർത്ത് പിടിച്ച് കൊണ്ടുപോവാണ്. എങ്ങനെ കൊണ്ടുപോകുന്നത്? വെറും ഭൗതികമായിട്ടുള്ള ആസ്വാദനങ്ങൾ മാത്രമല്ല, മറിച്ച് ഈ കുടുംബത്തെ സ്വർഗത്തിലേക്ക് നയിക്കാൻ ഇണകൾ പരസ്പരം നിസ്കരിക്കണം, ഒരുമിച്ചിരുന്ന് ദീന് പഠിക്കണം, അല്ലേ? രണ്ടുപേരും, ഒരാൾ ഉറങ്ങുകയാണെങ്കിൽ മറ്റൊരാൾ വെള്ളം തെളിച്ച് വിളിച്ചുണർത്തണം. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലേ? നിന്നെ നോക്കിയാൽ നീ സന്തോഷിപ്പിക്കണം എന്ന് പറഞ്ഞതുപോലെ തന്നെ അപ്പുറത്ത് പറഞ്ഞിരിക്കുകയാണ്. പലപ്പോഴും ആളുകൾ, ഇപ്പോൾ കുട്ടികളൊക്കെ പറയാറുണ്ട്, പിന്നെ അറേഞ്ച്ഡ് മാരേജ് ആയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് മറ്റു റിലേഷൻഷിപ്പിലൂടെ ആകുമ്പോൾ നേരത്തെ അറിഞ്ഞു മനസ്സിലാക്കി നമുക്ക് ഒരുമിച്ച് ജീവിക്കുമ്പോൾ സന്തോഷത്തോടെ ജീവിക്കാമല്ലോ എന്നാണ്. യഥാർത്ഥത്തിൽ ദീനുള്ള ഒരു ഇണയെ കിട്ടിയാൽ അതിലൂടെ നമുക്ക് കിട്ടുന്ന സന്തോഷവും സമാധാനവും സംതൃപ്തിയും വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാകാത്തതാണ്. കാരണം ഒരു നല്ല ഭർത്താവിലുണ്ടാകേണ്ട, ഒരു നല്ല ഭാര്യയിലുണ്ടാകേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റീസിനെ കുറിച്ചാണ് ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അത് പഠിച്ചു മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മുസ്ലിമായ, ഒരു മുഅ്മിനായ ഒരു ഇണയെ കിട്ടിയാൽ യഥാർത്ഥത്തിൽ മറ്റ് ഹറാമുകളിലൂടെയുള്ള വഴികൾ കൊണ്ട് ഉണ്ടാകുന്ന ദുരന്തങ്ങൾ ഉണ്ടാവുകയില്ല. മാത്രവുമല്ല, വലിയ എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് അഫയർ മാരേജ് നടത്തി അവസാനം കുറച്ച് ദിവസങ്ങളോടുകൂടെ തന്നെ അവർ പരസ്പരം പിരിയുന്ന, തർക്കിക്കുന്ന, കലഹിക്കുന്നൊരവസ്ഥ ഉണ്ടാകാതിരിക്കാനും ഏറ്റവും സേഫാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ഇണയാവുക എന്നുള്ളത്. കാരണം അത്രയും നല്ല നിലക്കാണ് ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം പെരുമാറേണ്ടതായിട്ട് വിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ നല്ലൊരു ഭാര്യയാകണം, ഞാൻ നല്ലൊരു ഭർത്താവാകണം, ഞാൻ നല്ലൊരു കുട്ടി, ഒരു മകൻ ഓർ ഒരു മകൾ ആയിരിക്കണം, ഞാൻ നല്ല ഒരു വൃത്തിയും വെടിപ്പുമുള്ള മുസ്ലിം ആയിരിക്കണം, മനസ്സും ശുദ്ധമാകണം, ശരീരവും ശുദ്ധമാകണം, ഞാൻ പടച്ചറബുമായി ഏറ്റവും നല്ല അടുപ്പമുള്ള, പടച്ചവനോട് ഏറ്റവും കമ്മിറ്റ്മെന്റ് ഉള്ള ഒരാളായിരിക്കണം. ഇങ്ങനെ ഒരു മുഅ്മിന്റെ ലൈഫിനെ ചിട്ടപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അഞ്ചാമത്തെ കാര്യം, അൽ മുസ്ലിം മഅ ഔലാദിഹി, ഒരു മുസ്ലിമായ മനുഷ്യൻ തൻ്റെ മക്കളോടൊപ്പം എങ്ങനെയായിരിക്കാം, മക്കളുമായി ഏറ്റവും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാൻ, ഏറ്റവും നല്ല സ്നേഹത്തോടെ, കാരുണ്യത്തോടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇതൊക്കെ റഹ്മത്താണ്. അഖ്റ ഇബ്നു ഹാബിസ് നബിയോട് ചോദിച്ചു, നബി നിങ്ങൾ ചുംബിക്കുകയാണോ കുട്ടിനെ? എനിക്ക് 10 മക്കളുണ്ട്, ഞാൻ ഒറ്റൊന്നിനും ചുംബിച്ചിട്ടില്ല. റസൂൽ പറഞ്ഞു, ഇത് റഹ്മത്താണ്. ഈ റഹ്മത്ത് അല്ലാഹു ഊരിയെടുത്ത ഞാൻ എന്താക്കാനാണ്? അതുകൊണ്ട് നമ്മുടെ മക്കളെ, അവരോട് വാത്സല്യം കാണിക്കാൻ, അവരോട് സ്നേഹം കാണിക്കാൻ, അവർക്ക് മുന്നിൽ ഏറ്റവും നല്ല മാതൃകാപരമായ ജീവിതം നയിക്കാൻ നമുക്ക് പറ്റണം. ഒരു മുസ്ലിമിൻ്റെ കയ്യിൽ ഒരു കുട്ടിയെ കിട്ടുമ്പോൾ അത് വലിയൊരു അമാനത്താണ്. ആ കുട്ടി മുസ്ലിമാണ്. കുല്ലു മൗലൂദി യൂലദു അലൽ ഫിത്ര, ശുദ്ധനാണ്. അവൻ കള്ളുകുടിയനല്ല, വ്യഭിചാരിയല്ല, തെമ്മാടിയല്ല, തോന്നിവാസിയല്ല, ട്രെൻഡ് പേറിയല്ല, സിനിമൻ്റെ സീരിയലിൻ്റെ ആളല്ല, മറിച്ച് അവൻ ശുദ്ധനാണ്. ആ കുട്ടിയെ നമ്മൾ ഏറ്റുവാങ്ങുന്നത് വലിയൊരു അമാനത്താണ്. ബാപ്പിയും ഉമ്മയും ആ ഉത്തരവാദിത്വം അമാനത്തായിട്ട് ഏറ്റെടുക്കാൻ, ആ മക്കളുടെ മുന്നിൽ ഏറ്റവും നല്ലവരായി ജീവിച്ച് മാതൃക കാണിക്കാൻ, നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ കുട്ടികൾ നമ്മൾ ചെയ്യുന്നതാണ് നോക്കുന്നത്. അതുകൊണ്ട് നമ്മളിലുള്ള എല്ലാ സൽഗുണങ്ങളും കുട്ടികളിൽ ഉണ്ടാകും. നമ്മളിലുള്ള എല്ലാ വീക്ക്നെസ്സും കുട്ടികൾ പലപ്പോഴായിട്ട് പ്രകടിപ്പിക്കും. നമ്മുടെ ഓരോ ഹാബിറ്റ്സും അവർ നാം അറിയാതെ ഒപ്പിയെടുക്കും. അതുകൊണ്ട് തന്നെ മാതൃകയാക്കാൻ പറ്റിയ ഒരു നല്ല ജീവിതം നമുക്ക് നയിക്കാൻ പറ്റണം. മക്കളുടെ മുന്നിൽ ഒരു നല്ല പിതാവ്, ഒരു നല്ല മാതാവ്, സ്നേഹനിധിയായ, സംരക്ഷിക്കുന്ന, കാരുണ്യം കാണിക്കുന്ന, അനീതി കാണിക്കാതെ നീതി കാണിക്കുന്ന, അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു നല്ല മാതാവും പിതാവുമായിട്ട് നമുക്ക് മാറാൻ സാധിക്കണം. അതോടൊപ്പം തന്നെ മക്കൾക്ക് നല്ല തർബിയത്ത് അതൊരു മുസ്ലിം പാരന്റ് നിർവഹിക്കേണ്ടതാണ്. യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, സ്വന്തം കുടുംബത്തെയും മക്കളെയും സ്വന്തത്തെയും കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം അള്ളാന്റെ കൽപ്പനയാണ്.
അതുകൊണ്ട് ആ മക്കൾക്ക് കൊടുക്കേണ്ട തർബിയത്ത് ഓരോ ഏജിലും അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള വിശ്വാസ കർമ്മ ആചാര സ്വഭാവ രംഗത്ത് കിട്ടേണ്ടതായിട്ടുള്ള തർബിയത്തുകൾ കൃത്യമായി നമ്മൾ കൊടുത്തു പോകണം. മദ്രസയിൽ കുട്ടീനെ ചേർത്തുണ്ട്, അതുകൊണ്ട് എൻ്റെ ബാധ്യത തീർന്നു എന്നാരും വിചാരിക്കരുത്. ആ മദ്രസയിൽ പോകുന്ന കുട്ടിക്ക് ആ പുസ്തകത്തിലുള്ള കണ്ടന്റ് ലഭിക്കുന്നുണ്ടോ, വിശ്വാസപരമായിട്ട് അവൻ ഈ വിശ്വാസമുണ്ടോ, കർമ്മത്തിൽ അവൻ ഈ പഠിച്ചത് പ്രാക്ടിക്കലാക്കുന്നുണ്ടോ, സ്വഭാവത്തിൽ അവൻ പഠിച്ചത് അവൻ്റെ സ്വഭാവത്തിൽ റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടോ, ഇത് പരിശോധിക്കേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമാണ്. കാരണം നമ്മുടെ കുട്ടിയാണ്, നമ്മുടെ മക്കളാണ്, നമ്മുടെ ഖബറിലേക്ക് അമലുകൾ ചെയ്യേണ്ടവരാണ്. നിന്റെ മകൻ നിനക്ക് വേണ്ടി ഭൂമിയിൽ ഇസ്തിഗ്ഫാർ നടത്തുന്നുണ്ടെന്ന് ഖബറിൽ അനുഗ്രഹങ്ങൾ ചൊരിയപ്പെടുന്ന മാതാപിതാക്കളോട് പടച്ചോൻ പറയും. അപ്പൊ അങ്ങനത്തെ ഒരു കുട്ടീനെ ഉണ്ടാക്കാൻ എവിടെയെങ്കിലും ഇട്ടെടുത്തിട്ട് പോകാൻ പറ്റൂല. ആർക്കെങ്കിലും മേയാനും ആർക്കെങ്കിലും നയിക്കാനും ആർക്കെങ്കിലും ആണ് വെറുതെ വിട്ടുകൊടുക്കാനും ഓലൊന്നും കിട്ടണില്ല, നമ്മളെ കയ്യിൽ നിന്ന് പോയിണ് എന്ന് പറയാൻ നമുക്കാർക്കും പറ്റില്ല. നമ്മൾ വിട്ടുകൊടുത്താൽ എടുക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഏറ്റവും നല്ല ശ്രദ്ധ പുലർത്തുക, അവരോട് ഏറ്റവും നല്ല സൽസ്വഭാവത്തിൽ പെരുമാറുന്നതോടൊപ്പം അവർക്ക് വേണ്ട കൃത്യമായ തർബിയത്ത് നമ്മൾ കൊടുക്കുക. പഠിക്കണം, വളരണം, ഉയരണം, നല്ല ജോബ് വാങ്ങണം, ഇതൊക്കെ പണ്ടത്തേനേക്കാളും അപേക്ഷിച്ച് കുട്ടികൾക്ക് ഇപ്പോൾ സ്വബോധം വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള മോട്ടിവേഷൻസ് സ്കൂളിൽ നിന്നും പുറത്തുനിന്നും എല്ലായിടത്തുനിന്നും കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ജാഗ്രത കാണിക്കേണ്ട കാര്യം, അത് ശ്രദ്ധിക്കേണ്ടതല്ല, അതിനേക്കാൾ കൂടുതൽ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യം മക്കളുടെ ധാർമ്മിക വിഷയമാണ്. കാരണം അതിൽ ലിബറലിസം കടന്നുകൂടാനും തിന്മകളെ പിന്നെ ലഘൂകരിച്ച് നിസാരവൽക്കരിച്ച് അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന നിലക്ക് വരുത്തി തീർക്കാനൊക്കെ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഇന്നലെ ഒരു സുഹൃത്ത് പങ്കുവെക്കുകയുണ്ടായി, അയാൾക്ക് വന്ന ഒരു കോളിനെ കുറിച്ച്, ഒരു ഫോൺ കോൾ, ഒരു ഉമ്മൻ്റെ ഫോൺ കോളാണ് അത്ര. ആ ഉമ്മ മകളുടെ ഫോൺ നോക്കുമ്പോൾ അതിലൊരു ഗ്രൂപ്പ് സെക്സിൻ്റെ വീഡിയോ കണ്ടു. ആ ഗ്രൂപ്പ് സെക്സിൽ അവരുടെ മോളും ഉണ്ട് എന്നാണ് മനസ്സിലായില്ലേ? കുറേ ആണുങ്ങൾ കുറച്ച് പെണ്ണുങ്ങളോടൊപ്പം തോന്നിയാസം ചെയ്യാം. ഒന്ന് ആലോചിച്ച് നോക്കിയാണ്, എന്തൊരു അവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കാനുള്ള ബേസ്മെന്റ് നമ്മൾ കൊടുക്കണം. കാരണം കണ്ണും കാതും കാണിച്ച് കുട്ടികളെ വലയിൽ വീഴ്ത്താൻ, ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവരെ വലയിൽ വീഴ്ത്താൻ. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ മീഡിയയിൽ കേട്ടൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആൺകുട്ടിയെ ഒരാൾ ഫോൺ ചെയ്യുകയാണ്, എനിക്കിഷ്ടം 17-നും 21-നും ഇടക്കുള്ള ചെക്കന്മാരെയാണ്, വേണ്ട പൈസ തരാ, നീ എവിടേക്കാണ് വരിക, ആരെയും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ആൺകുട്ടികളെ തന്നെ സെക്ഷലി അബ്യൂസ് ചെയ്ത് അവർക്ക് വേണ്ട പൈസ കൊടുത്തിട്ട് അവരെ മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് എന്നാണ് മനസ്സിലായില്ലേ? പാരൻസ് അറിയാതെ ലഹരിക്കച്ചവടത്തിലും സെക്സ് റാക്കറ്റുകളിലും അതുപോലെ തന്നെ അവിഹിതമായിട്ടുള്ള കാര്യങ്ങളിലും മക്കൾ പെട്ടുപോകുന്ന ഈ കാലത്ത് നമ്മുടെ മുസ്ലിമായ ഒരു പാരന്റ് മക്കളുടെ കാര്യത്തിൽ ജാഗ്രത കാണിക്കുകയും അവരുടെ മുന്നിൽ മാതൃകയാവുകയും അവർക്ക് വേണ്ട തർബിയത്ത് കൊടുക്കുകയും അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇമാം ബുഖാരി, അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം അദ്ദേഹം ബ്ലൈൻഡായിരുന്നു. ഉമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണ് അദ്ദേഹത്തിന് കാഴ്ച തിരിച്ചു കിട്ടിയത്. അപ്പോൾ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരാകണം. 6ാമത്തെ കാര്യം സുഹൃത്തുക്കളെ, അൽ മുസ്ലിം അഖ്രിബാഇഹി, അയാളുടെ കുടുംബത്തോടൊപ്പം അതുപോലെ തന്നെ അയാളുടെ രക്തബന്ധുക്കളോടും അയാളുടെ കുടുംബക്കാരോടും മാന്യമായി പെരുമാറുന്നവനായിരിക്കും എന്നുള്ളതാണ്. നമ്മുടെ കുടുംബം നമുക്കൊരു അജണ്ടയാണ്. ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് പരസ്പരം കാണാനും മിണ്ടാനും സന്ദർശിക്കാനും ഒന്നും സമയമില്ലാത്ത, എല്ലാവരും തിരക്ക് ഷെഡ്യൂളുള്ള ഒരു കാലമാണിന്ന്. സമയമെടുത്ത് ബോധപൂർവം പടച്ചറബിന്റെ ആ ഒരു കൽപ്പനയെ നാം പ്രാവർത്തികമാക്കണം. വഅബ്ദുല്ലാഹ് വലാ തുശ്രികൂ ബിഹി ശൈഅ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം, അവനെ ഒന്നിനെയും പങ്കു ചേർക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നിങ്ങൾ നല്ലത് ചെയ്യണം. വബിദിൽ ഖുർബ വൽ യതാമ വൽ മസാകിൻ വൽ ജാരിദിൽ ഖുർബ വൽ ജാരിൽ ജുനുബ് വസാഹിബി ബിൽ ജംബി വബിൻ സബീൽ വമ മലക്കത് ഐമാനുക്കും. ഒരു പറ്റം ആളുകളോടുള്ള കടപ്പാടുകളെ അള്ളാഹു വിശ്വാസികളോട് ഓർമ്മപ്പെടുത്തുമ്പോൾ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത് മാതാപിതാക്കൾ കഴിഞ്ഞിട്ട് പറഞ്ഞത് വബിദിൽ ഖുർബ, നിങ്ങളുടെ കുടുംബക്കാർ എന്നാണ്. വല്യഥാമായ യതീമുകൾ, മിസ്കീനുകൾ, അയൽപ്പക്കക്കാർ, അടുത്തതും അകന്നുമായ അയൽപ്പക്കക്കാർ, വഴിപോക്കന്മാർ, ഇങ്ങനെയുള്ള ആളുകളോടൊക്കെ നിങ്ങൾ ഇഹ്സാൻ ചെയ്യണമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുമ്പോൾ ഈ കുടുംബത്തിൽ ഇന്നയാൾ അയാൾ ഏറ്റവും നന്നായി കുടുംബം ചേർക്കുന്നവനാണ്. മുറിഞ്ഞുപോയ ബന്ധങ്ങൾ ചേർക്കുന്നവനാണ് ഏറ്റവും നന്നായി ചേർക്കുന്നവൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇങ്ങോട്ട് ചേർക്കുന്നതിനെ അങ്ങോട്ട് ചേർക്കലല്ല, മറിച്ച് മുറിഞ്ഞുപോയ ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കുക എന്നുള്ളതാണ്. എന്താ ആരും ഇങ്ങോട്ട് വരാത്ത? ഞാൻ തന്നെ എപ്പോഴും അങ്ങോട്ട് പോകണം, നമ്മളല്ല ഇപ്പോൾ എങ്ങോട്ടും അങ്ങോട്ട് പോകണം, ഇനി ഇങ്ങോട്ട് വരട്ടെ, ഈ പെരുന്നാൾ പോലെ എല്ലാവരും ഇങ്ങോട്ട് വരട്ടെ. വെറും അങ്ങോട്ട് പോയാൽ പോരല്ലോ,
എന്നൊരു സമീപനമാണ് ആളുകൾക്കുള്ളത്. യഥാർത്ഥത്തിൽ നമുക്ക് അങ്ങനെ ഒരു അങ്ങോട്ടിങ്ങോട്ട് കൊണ്ടുകൊടുത്ത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയിട്ടല്ല, നമ്മളൊരു ദൗത്യം നിർവഹിക്കുകയാണ്. ഒരു മുസ്ലിം എന്ന നിലക്ക് എല്ലാ രംഗത്തും ഞാൻ ശ്രദ്ധിച്ചു പോകുന്നവനായിരിക്കണം എന്നതുകൊണ്ട് പടച്ചറബിൻ്റെ കൽപ്പന ശിരസാവഹിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ കുടുംബത്തെയും, അടുത്തതും അകന്നതുമായ കുടുംബത്തെ ചേർക്കാൻ നമുക്ക് പറ്റണം. റസൂൽ പറഞ്ഞു, അഹബ്ബ അൻ യുബസത ലഹു ഫീ റിസ്ഖി വയുൻസഅ ലഹു ഫീ അസരി ഫല്യസിൽ റഹിമഹു. ആർക്കെങ്കിലും ദീർഘായുസ് ലഭിക്കാനും റിസ്ഖിൽ ഉപജീവനത്തിൽ വിശാലത ലഭിക്കാനും ആഗ്രഹിക്കുന്നെങ്കിൽ അവർ കുടുംബ ബന്ധം ചേർത്തിക്കൊള്ളട്ടെ എന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അള്ളാന്റെ അർശിമ മുഅല്ലഖത്താണ്, ബന്ധിപ്പിച്ചതാണ് യഥാർത്ഥത്തിൽ കുടുംബ ബന്ധം. അത് മുറിഞ്ഞു പോകുന്നത് ഇന്ന് വലിയ അപകടങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് മുറിയാനുള്ള പല സാഹചര്യങ്ങളുണ്ട്. നമ്മൾ ഒരിക്കലും അതിൽ പെട്ടുപോയി. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹിമിൻ. കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. സിറാത്തിന്റെ 2 വക്കത്ത് 2 കൊളുത്തുകളുണ്ട്. ഒന്ന് സിലത്തുർ റഹിമാണ്, മറ്റൊന്ന് അമാനത്താണ്. ഏറ്റെടുത്ത അമാനത്ത് നിർവഹിക്കാത്തവനെ ആ കൊളുത്ത് വലിച്ച് നരകത്തിലേക്ക് ഇടും. കുടുംബ ബന്ധം ചേർക്കാത്തവനെ ആ കൊളുത്ത് വലിച്ച് താഴോട്ടിടും. അതുകൊണ്ട് ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മുടെ കുടുംബത്തെ നാം അറിയണം, അതിനെ നമ്മൾ ചേർക്കണം. അത് എപ്പോഴെങ്കിലും എന്നതൊഴിച്ച് നമുക്ക് സാധ്യമാകുന്ന പരമാവധി നിലക്ക് നമ്മൾ ചേർക്കുകയും കുടുംബ ബന്ധങ്ങളിൽ വിച്ഛേദിക്കപ്പെട്ടു പോയ, വിഘടിക്കപ്പെട്ടു പോയ ഏതെങ്കിലുമൊക്കെ ഇടങ്ങളുണ്ടെങ്കിൽ അവിടെ വിളക്കി ചേർക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഓരോന്നും വിശദമായ വിഷയങ്ങളാണ്, ജസ്റ്റ് തൊട്ടുപോകുക മാത്രം ചെയ്യുന്നത്. 9 കാര്യത്തിൽ 7ാമത്തെ കാര്യം അൽ മുസ്ലിം മഅ ജീറാനിഹി. ഒരു മുസ്ലിം തൻ്റെ അയൽവാസിയോട് എങ്ങനെ എന്നുള്ളതാണ്. നോക്കൂ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അയൽവാസികൾ ആരായിരുന്നു? അബൂലഹബും ഉമ്മു ജമീലുമായിരുന്നു. അവർ നന്നായിട്ട് പ്രവാചകനെ പീഡിപ്പിച്ചു. എന്നിട്ട് പോലും റസൂലുള്ള മാന്യമായിട്ടാണ് അവരോട് പെരുമാറിയത്. അല്ലെ, അവരുമായി ഏറ്റവും നല്ല നിലക്ക് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെരുമാറി. അതുകൊണ്ടൊരു മുഅ്മിനായ മനുഷ്യൻ അവൻ്റെ ഈമാൻ പൂർത്തിയാകുന്നത് എപ്പോഴാണ്? അവൻ്റെ ഉപദ്രവത്തിൽ നിന്ന് അയൽവാസി നിർഭയത്വമുള്ളവനാകണം. എൻ്റെ അയൽവാസി താടികളുള്ള ആളാണ്, പക്ഷേ നമുക്കത് പേടിയൊന്നുമില്ല, മൂപ്പര് നല്ല മാന്യനാണ്, അല്ലെ, ഏറ്റവും നല്ല പെരുമാറ്റമാണ്, എന്ത് വിശേഷങ്ങളുണ്ടായാലും എന്ത് നല്ല ഭക്ഷണം ഉണ്ടായാലും ഇവിടെ കൊണ്ടുവന്നരും, അല്ലെ, നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും അയാൾ പറ്റുന്ന കോലത്തിൽ സഹായിക്കും. നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ വീട്, നമ്മുടെ കിണർ, നമ്മുടെ മറ്റ് സംഗതികളൊക്കെ ചെയ്തു തരാൻ മൂപ്പര് മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതുവരെ ഞങ്ങള് പറയത്തക്ക തരത്തിലൊരു കലഹമോ വക്കാണമോ ഉണ്ടായിട്ടില്ല. നോക്കൂ, ഒരു ചെറിയ 1 ഇഞ്ച് സ്ഥലത്തിന്റെ പേരിൽ എത്ര അയൽവാസി ബന്ധങ്ങളാണ് വിച്ഛേദിക്കപ്പെട്ടത്. എന്തോ ഒരു മിണ്ടാപ്രാണികൾ, ഓർക്കിപ്പോൾ അതിരൊക്കെ അറിയോ, ഇതിന്നാൾ അതിരാണ്, അത് മറ്റേ ആൾ അതിരാണ്. ഒരു കോഴിക്കുഞ്ഞിന് അതിരറിയോ, ഒരു ആട്ടിൻകുട്ടിക്ക് അതിരറിയോ, അല്ലേ? അതിൻ്റെ പേരിൽ, ഒരു കോഴിയുടെ പേരിൽ, ഒരു ആടിൻ്റെ പേരിൽ എത്ര ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷെ നമ്മളൊരു മുസ്ലിം എന്ന നിലക്ക് നമ്മുടെ അയൽപ്പക്കം, അടുത്തതും അകന്നതുമായ അയൽപ്പക്കത്തിൽ നമ്മൾ ഏറ്റവും നല്ലൊരു അയൽവാസിയായിരിക്കണം. ഇന്നയാളെ അയൽവാസിയായി കിട്ടിയെങ്കിലെന്ന് കൊതിക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ പോകണം. ഒരു ചെറിയ തടസ്സം പോലും അവർക്ക് ഉണ്ടാവരുത്. നമ്മുടെ വീട്ടിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന ഒരു മരക്കൊമ്പ് പോലും അവർക്ക് തടസ്സമുണ്ടാകരുത്. നമുക്കിഷ്ടപ്പെടുന്നതൊക്കെ നമ്മുടെ അയൽവാസിക്കും ഇഷ്ടപ്പെടണം. അവിടെ ഒരു കാറ് വാങ്ങി, അവിടുത്തെ കുട്ടിക്ക് ഫുൾ A+, ഇപ്പോൾ കോപ്പി അടിച്ചപ്പോൾ ആർക്കും A+ കിട്ടൂലേ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും. എന്ത് അസൂയയും പകയും കുയിന്ത് നമ്മൾ മലയാളത്തിൽ പറയാം, അല്ലെ? ഇങ്ങനത്തെ കുയിന്ത് വെച്ച് നടക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഒരു യഥാർത്ഥ മുസ്ലിമായി മാറുന്നത്? നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ അയൽവാസിക്ക് വല്ലതും കിട്ടിയാൽ മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ബാറക്കല്ലാ, അള്ളാഹു ബർക്കത്ത് ചൊരിയട്ടെ, കുട്ടിക്ക് നന്നായി പഠിക്കാൻ പറ്റട്ടെ, എൻ്റെ മോന് 5 A+ ഉള്ളൂ, എന്നാലും അവന് കിട്ടിയപ്പോൾ ഇവന് കിട്ടാത്തതിലെ സങ്കടം പോയി. ഇന്ന് ആരെങ്കിലും അങ്ങനെ പറയോ? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആരും പറയുന്നു, അല്ലേ? യഥാർത്ഥത്തിൽ അങ്ങനെ പറയുന്നതിൽ ഒരു മടിയും നമുക്ക് ഉണ്ടാകേണ്ട ആവശ്യമല്ല. നമുക്കിഷ്ടപ്പെടുന്ന എന്താണോ അതൊക്കെ നമ്മുടെ അയൽവാസിക്ക് ഇഷ്ടപ്പെടാൻ, നമുക്ക് സാധ്യമാകുന്നതെല്ലാം ഷെയർ ചെയ്യാൻ. അല്ലെ, പണ്ടൊക്കെ ഈ ഭക്ഷണത്തിന് വിളിക്കുക, ഭക്ഷണം കൊടുക്കുക എന്നൊക്കെ വലിയ കാര്യമായിരുന്നു. ഇപ്പം അതൊക്കെ മിസ്സായിപ്പോയി. എല്ലാവർക്കും സാധനം എമ്പാടും അവൈലബിൾ ആയതുകൊണ്ട് കൂടെ ആയിരിക്കണം. എന്നിരുന്നാൽ പോലും സ്വന്തം അയൽവാസികളെ ഊട്ടുക എന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്. സാധാരണ മനുഷ്യന്മാർക്ക് പോയിട്ട് ജന്തുക്കൾക്ക് തിന്നാൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. പിന്നെ അത് മനുഷ്യനാവുമ്പോഴോ അതിനേക്കാൾ വലിയ കാര്യം. അത് അയൽവാസിയും തൊട്ടടുത്ത കുടുംബവും മുസ്ലിമും കൂടെ ആകുമ്പോഴോ കൂടുതൽ 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 ഫദ്ൽ വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആരാകട്ടെ, അവൻ്റെ മതമോ ജാതിയോ ഒന്നും നോക്കാതെ തന്നെ അവരോട് ഇഹ്സാൻ ചെയ്യാൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെ, എൻ്റെ അനന്തര സ്വത്തിൽ അവൻ അവകാശം ഉണ്ടാകുമെന്ന് വരെ ഞാൻ പേടിച്ചു എന്നാ. അവിടെ മതമൊന്നും പറഞ്ഞിട്ടില്ല.
അതുകൊണ്ട് ആ നിലക്ക് നമ്മൾ ഏറ്റവും നല്ലൊരു അയൽവാസിയായിട്ട് മാറാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അത് ഏറ്റവും അടുത്തവരും കുടുംബക്കാരും കൂടെ ആകുമ്പോൾ സാധാരണ കലഹിക്കലാണ്. എന്നിട്ട് ചില ആൾക്കാർ പറയും കുടുംബക്കാരൊന്നും അടുത്തില്ലാക്കല നല്ലത്. അതുകൊണ്ടല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യേണ്ട കോലത്തിൽ ഇടപെടേണ്ട കോലത്തിൽ ഇടപെടുന്നിടത്ത് സംഭവിക്കുന്ന മിസ്റ്റേക്കാണ്, അല്ലാതെ അടുത്തായി പോയി എന്നുള്ളതുകൊണ്ടൊന്നല്ല. അത് ഇനി ദൂരെയാണെങ്കിലും ഇടപെടേണ്ട കോലത്തിലല്ല ഇടപെടണമെങ്കിൽ ദൂരെ ആയാലും ശരി തമ്മിൽ തല്ലും. അതുകൊണ്ട് അങ്ങനത്തെ പ്രയാസങ്ങളില്ലാതെ ഏറ്റവും നല്ല അയൽവാസികളാകാൻ നമുക്ക് സാധിക്കണം. അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം. ചെറിയ സാധനങ്ങൾ, വീട്ടുപകരണങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ കൊടുക്കാൻ മടി കാണിക്കുന്ന ആൾക്കാരുണ്ട്. കൈക്കോട്ട്, കത്തി, കോടാലി, തേങ്ങ പൊളിച്ചുന്ന സാധനം അല്ലേ, ഇതിനൊക്കെ ഭയങ്കര വാല്യൂ ആയിക്കാരം. അതൊക്കെ എടുത്തു വെച്ചിട്ട് ഇവിടെ ഇല്ല എന്നൊക്കെ പറയണ വളരെ വളരെ സങ്കുചിതമായി ചിന്തിക്കുന്ന ആൾക്കാർ. അതൊന്നും ഇന്നത്തെ കാലത്ത് ഉണ്ടാവില്ല എന്ന് നമ്മൾ ചിന്തിക്കണമെങ്കിൽ തെറ്റി. ഇന്നത്തെ കാലത്തുണ്ട് അത്തരം ആൾക്കാരൊക്കെ. അതുകൊണ്ട് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അല്ലേ. സ്വന്തം അയൽവാസിക്കൊരു മുറ്റമില്ലാതിരിക്കുക, അല്ലെങ്കിൽ അവിടെ തിരിക്കാൻ, വണ്ടി തിരിക്കാൻ ഒരു സ്ഥലം ഇല്ലാതിരിക്കുമ്പോൾ ഇവിടെ കൊണ്ടുവന്ന് തിരിക്കുമ്പോൾ ഉണ്ടാണൊരു ബുദ്ധിമുട്ട്. നമ്മളെ മുറ്റത്ത് കൊണ്ടുവന്ന് തിരിച്ച് പിന്നെ ഇവിടെ കൊണ്ടുവന്ന് തിരിച്ച മാനത്ത് കയറ്റി തിരിച്ചാൻ പറ്റുമല്ലോ. അപ്പോൾ അതൊക്കെ വലിയ സംഭവമായിട്ട് കാണും. അതൊക്കെ ഒരു അജ്റ് കിട്ടുന്ന കാര്യമാണ്. മനസ്സിലായില്ലേ? ഒരു മിണ്ടാപ്രാണിയോട് പോലും കാണിക്കുന്ന കാരുണ്യത്തിന് കൂലി ഉണ്ടെങ്കിൽ നമ്മുടെ തൊട്ടയൽവാസി, നമ്മുടെ അനന്തര സ്വത്ത് വീതം വെച്ച് കൊടുക്കാൻ മാത്രം സ്ഥാനമുള്ള ആൾക്ക് നമ്മൾ സൗകര്യം ചെയ്തു കൊടുക്കുക പറഞ്ഞാൽ ഒരു പ്രയാസമില്ലാത്ത കാര്യമാണ്. ആൾക്ക് രോഗമായാൽ സന്ദർശിക്കുക, അവർക്ക് എന്തെങ്കിലും ഖൈർ വേണമെങ്കിൽ ചെയ്തു കൊടുക്കുക, അവർക്ക് വല്ല മുസീബത്തും ബാധിച്ച് നമ്മളവരെ ആശ്വസിപ്പിക്കുക. അവിടെ വല്ല മരണം, രോഗം അല്ലെങ്കിൽ വിശേഷ നമുക്ക് പങ്കെടുക്കാൻ പറ്റുന്ന വിശേഷ പരിപാടികൾ ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ സഹകരിക്കുക. അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുക. അവരുടെ സ്വകാര്യതകൾ നമ്മൾ മറച്ചു വെക്കുക. അവരുടെ നേരെ, അവരിലെ സ്ത്രീകളുടെ നേരെ, അവരിലെ പുരുഷന്മാരുടെ നേരെ സ്ത്രീകളും കണ്ണിനെ താഴ്ത്തുക. അവരുടെ ദീനീ കാര്യം, ദീനീ വിഷയത്തിൽ അവർക്ക് വേണ്ട നസീഹത്ത്, നമ്മുടെ അയൽവാസികൾക്ക് വേണ്ട നസീഹത്ത് നമ്മൾ കൊടുക്കുക. അവർക്ക് യാതൊരു തരത്തിലുള്ള ഉപദ്രവങ്ങൾ ചെയ്യാതിരിക്കുക. ശബ്ദകോലാഹലങ്ങളും അതുപോലെ തന്നെ വലിയ ആർഭാടങ്ങളും കാണിച്ച് അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. അങ്ങനെ തുടങ്ങിയിട്ട് അയൽവാസികളോട് പാലിക്കേണ്ട അദബുകൾ നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ 30, 40, 50 ഒക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് പണ്ഡിതന്മാർ. അപ്പോൾ ഒരു മുസ്ലിം എന്ന നിലക്ക് ഏറ്റവും നല്ല ഒരു അയൽവാസിയാകാൻ നമുക്ക് പറ്റുക എന്നുള്ളതാണ്. ഒരു തരത്തിലുള്ള അധർമ്മവും അവർ തമ്മിൽ ഉണ്ടാക്കാൻ പാടില്ല. അയൽവാസിയെ വ്യഭിചരിക്കുന്നത് 10 സ്ത്രീകളെ വ്യഭിചരിക്കുന്നതിൻ്റെ ശിക്ഷയാണ്. അയൽവാസിയെ മോഷ്ടിക്കുന്നത് 10 വീടുകൾ, മറ്റു 10 വീടുകൾ മോഷ്ടിക്കുന്നതിന് തുല്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് ആ സ്ഥാനത്തിൻ്റെ മഹത്വം കൊണ്ടാണ്. അതുകൊണ്ട് ആ രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളതാണ്. 8ാമത്തെ കാര്യം, നമ്മൾ നമ്മുടെ ദീനി സഹോദരന്മാരോട്, മുഅ്മിനീങ്ങളോട്, മുസ്ലിമീങ്ങളോട് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമും തമ്മിൽ എങ്ങനെയായിരിക്കണം? കജ്ജസദിൻ വാഹിദ്, ഒറ്റ ശരീരം പോലെയാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, അവർ പരസ്പര സഹോദരങ്ങളാണ്. പരലോകത്ത് അല്ലാഹു വിളിച്ചു പറയും, ഐനൽ മുതഹബ്ബൂന ഫീ ജലാലി, എവിടെ എൻ്റെ പേരിൽ പരസ്പരം സ്നേഹിച്ചവർ. വ്യത്യസ്ത നാട്ടുകാർ, വ്യത്യസ്ത സ്വഭാവമുള്ളവർ, വ്യത്യസ്ത തറവാടികൾ, പക്ഷെ നമ്മളെ കൂട്ടി ഇണക്കുന്നത് ആദർശമാണ് അല്ലെ. ആ മുഅ്മിൻ എന്ന, ആ ഈമാൻ എന്ന, ആ ഇസ്ലാം എന്ന കണ്ണിയിൽ നമ്മൾ ഓരോരുത്തരും ആ കയറിലെ ഓരോ മുത്തുകളാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് ആ ഒരു മഹബ്ബത്ത് പരസ്പരം ഉണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയ ലഹും മനാബിറു മിൻ നൂരിൻ, അവർക്ക് പ്രകാശ പരലോകത്ത് നൽകപ്പെടും. പ്രവാചകന്മാരുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ അവർ പരലോകത്ത് ഹാജരാക്കപ്പെടുമെന്നൊക്കെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനുമായിട്ട് ഏറ്റവും നല്ല സാഹോദര്യം ഉണ്ടായിരിക്കണം, ഏറ്റവും നല്ല സ്നേഹം ഉണ്ടായിരിക്കണം. പരസ്പരം ബന്ധം മുറിക്കരുത്, പരസ്പരം മാത്സര്യം കാണിക്കരുത്, പരസ്പരം അകൽച്ചയുണ്ടാകരുത്, ബുഗ്ദ്, കോപമുണ്ടാകരുത്, പകയുണ്ടാകരുത്, അസൂയ ഉണ്ടാകരുത്. വകൂനു ഇഖ്വാന, നിങ്ങൾ ഇഖ്വാനുകളായിരിക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ യഹില്ലു ലി മുസ്ലിമിൻ അൻ യഹ്ജുറ അഖാഹു ഫൗക 3 അയ്യാം, 3 ദിവസത്തിലധികം പിണങ്ങി നിൽക്കരുത് എന്നാണ്. എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സൗന്ദര്യപ്പിണക്കങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും, പക്ഷേ വേഗത്തിൽ മിണ്ടണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആരാണോ ആദ്യം സലാം പറയുന്നത് അവനാണ് അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനായവനെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും കർമ്മങ്ങൾ ആകാശത്തേക്ക് ഉയർത്തപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല ദാസന്മാർക്ക്, ശിർക്ക് ചെയ്യാത്ത ദാസന്മാർക്കൊക്കെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ചെയ്യും. ഇല്ലാ റജുലൻ കാനത് ബൈനഹു വ ബൈന അഖീഹി ഷഹന, 2 ആൾക്കൊഴികെ. അതാരാണ്? അവർക്ക് 2 പേർക്കും ഇടയിൽ അകൽച്ചയുണ്ട്, പിണക്കമുണ്ട്, പകയും വിദ്വേഷവുമുണ്ട്. അതുകൊണ്ട് രാത്രി കിടക്കാൻ പോണ സമയത്ത്
നമുക്ക് ഒരാളോടും ദേഷ്യമുണ്ടാകരുത്, ഒരാളോടും പകയുണ്ടാകരുത്, ഒരാളോടും വിദ്വേഷമുണ്ടാകരുത്. ആ നിലക്കായിരിക്കണം നമ്മുടെ മുന്നോട്ട് പോക്ക്. പരസ്പരം വിനയം കാണിക്കാൻ നമുക്ക് പറ്റണം. റസൂലുള്ളാഹി പറയാ, വമാ തവാദഅ അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹുല്ലാഹ്. അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് വിനയം കാണിക്കുന്ന ആൾക്കാർ. അബൂബക്കർ റളിയല്ലാഹുവിന്റെ പിതാവ് വയസ്സായിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അദ്ദേഹത്തെ പിടിച്ച് വലിച്ച് നബിന്റെ മുമ്പ് കൊണ്ടുവന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അദ്ദേഹത്തെ വീട്ടിലെത്തിക്കൂടായിരുന്നോ? ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. അബൂബക്കർ റളിയല്ലാഹു പറയാം, നബിയെ, അദ്ദേഹത്തെ തെരഞ്ഞ് താങ്കൾ അങ്ങോട്ട് പോകേണ്ട ആളല്ല, അദ്ദേഹം ഇങ്ങോട്ട് വരേണ്ട ആളാണ്. നബിന്റെ ദറജ അത്ര ഉന്നതമാണ്. പക്ഷെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞേ? ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ എന്നാണ്. ആ വിനയം, ആ ഒരു എളിമ, ആ ഒരു തായ്മ, ആ ഒരു തവാദ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. പരസ്പര വിട്ടുവീഴ്ച മനസ്സുണ്ടാണ്. ഒരിക്കലും വിട്ടുകൊടുക്കൂല. അവസരം വരട്ടെ. കാത്തിരുന്ന് തന്ത്രം മെനയുന്ന ആൾക്കാരുണ്ട്. സുഹൃത്തുക്കൾ, ഒരിക്കലും അത് പാടില്ലാത്തതാണ്. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പിന്നെ സഫ്വാൻ ഇബ്നു മുഅത്തലുമായിട്ട് അവിഹിത ബന്ധമുണ്ടായെന്ന് കപടവിശ്വാസികൾ പറഞ്ഞ് പ്രചരിപ്പിച്ചപ്പോൾ മഹാനായ അബൂബക്കർ റളിയല്ലാഹുവിന്റെ കീഴിൽ സംരക്ഷണത്തിൽ ജീവിച്ച ആളായിരുന്നു മിസ്തഹ്. അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, ഞാനിനി അവന് ചെലവ് കൊടുക്കൂല. അപ്പോഴാ ഖുർആന്റെ ആയത്തിറങ്ങിയത്, പടച്ച റബ്ബ് നിങ്ങൾക്ക് വിട്ടുവീഴ്ച തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ, എങ്കിൽ നിങ്ങളും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം എന്നുള്ള ആയത്തിറങ്ങിയപ്പോ അബൂബക്കർ റളിയല്ലാഹു അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു. സ്വന്തം മകൾക്കെതിരെ വ്യഭിചാരോപണം നടത്താൻ ഒത്താശ ചെയ്ത ഒരാളെ തിരിച്ചു വിളിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് സുഹൃത്തുക്കളെ ഇസ്ലാം. വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ എത്രത്തോളം അങ്ങേയറ്റം വരെ ആകാമോ അങ്ങേയറ്റം വരെ വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളത്. ഒരിക്കലും ഒരു ബന്ധം മുറിയുന്ന ഒരു വിശ്വാസിയും മറ്റൊരു വിശ്വാസിയും പരസ്പരം കണ്ടുമുട്ടിയിട്ട് തിരിഞ്ഞു പോണ ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. പരസ്പരം സ്നേഹവും എളിമയും താഴ്മയും ഔദാര്യവും കാണിക്കണം. താങ്ങാവണം. എനിക്കൊരു പ്രയാസം ഉണ്ടായി എത്ര ടെൻഷൻ ഉണ്ടാവും, അതേ ടെൻഷൻ വേണം മറ്റൊരാൾക്ക്, നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക്, ഒരു മുഅ്മിനായ മനുഷ്യന്. അല്ലാത്തവർക്ക് തന്നെ പ്രയാസം ഉണ്ടായാൽ ദൂരീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രോത്സാഹനം നൽകിയ മതത്തിൻ്റെ ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് വീടില്ലെങ്കിൽ നമ്മളെങ്ങനെ സ്വസ്ഥമായിട്ട് ഉറങ്ങും? ഓൻ്റെ മകളെ കല്യാണം നടക്കണില്ലെങ്കിൽ, ഓൻ്റെ വീട്ടിൽ വെള്ളമില്ലെങ്കിൽ, വെളിച്ചമില്ലെങ്കിൽ, മഴക്കാലം വരുമ്പോൾ ഓൻ്റെ വീട് ചോർന്നൊലിക്കുകയാണെങ്കിൽ എങ്ങനെ നമ്മൾ സ്വസ്ഥമായിട്ട് ഉറങ്ങും? നമ്മളൊരു 8-10 ആൾക്കാരെ വിചാരിച്ചാൽ തീർക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളത്, അല്ലേ? നമ്മൾ എന്താണ് ആലോചിക്കണം? നമ്മുടെ വീടായി, നമുക്കിനി ഇന്റർലോക്ക് ഇടണം, ചുറ്റുമതിലാക്കണം, എന്നിട്ട് വേണം നമ്മുടെ വർക്ക് ഏരിയ നീളം കൂട്ടാൻ, എന്നിട്ട് വേണം നമ്മളെ മോൾക്ക് എടുക്കാൻ, മോൾക്ക് എടുത്തിട്ട് വേണം മുന്നൊന്ന് പൊളിച്ചിട്ട് അതിൻ്റെ ഫേസ് ഒന്ന് മാറ്റാൻ, എന്നിട്ട് വേണം ബാക്ക് ഒന്ന് പൊളിച്ചിട്ട് അതിൻ്റെ അടുക്കള ഒന്നും കൂടി മാറ്റാൻ, എന്നിട്ട് വേണം ഈ പെരനെ വിട്ടിട്ട് വേറെ പെര വാങ്ങാൻ. നമ്മളിത് തീരൂലല്ലോ, അല്ലേ? ഇതും ഇല്ലാത്ത എത്ര ആളുകൾ, അവർക്ക് താങ്ങാവാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത് ഏറ്റവും വലുതല്ലേ? ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ ആരാണ്? അൻഫഅഹും ലിന്നാസ്. ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ളവനാണ്. മറ്റുള്ളതിൻ്റെ ഉപകാരമൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്, അല്ലെ? എല്ലാത്തിൻ്റെ ഉപകാരം നമ്മൾ യൂസ് ആക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും വല്ല ഉപകാരമുണ്ടോ? അത് നടക്കണം. അതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശ്വാസികൾ പരസ്പരം താങ്ങാവണം, തണലാകണം, പരസ്പരം സ്നേഹത്തിൽ കഴിച്ചുകൂട്ടണം, സ്നേഹത്തോടെ സന്തോഷത്തോടെ മുഖാമുഖം കാണണം. തബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖ. നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചാൽ സദഖയുടെ കൂലിയാണ്. അവർക്ക് വേണ്ടി അസാന്നിധ്യത്തിൽ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാണ്. ഒരു കണ്ണാടി പോലെ ആയിരിക്കണം, അല്ലെ? കണ്ണാടി എന്തിനാ? നമ്മുടെ കുറവുകളൊക്കെ നികത്താനാണ്, അല്ലെ? നമ്മുടെ കുറവുകൾ നമുക്ക് തന്നെ കണ്ടിട്ട് അത് നികത്താനാണ്. അല്ലാതെ കൂക്കി വിളിച്ചിട്ട് പറഞ്ഞിട്ട് ഓനെ കളിയാക്കാനുള്ളതല്ലോ കണ്ണാടി. അപ്പൊ നമ്മൾ മറ്റൊരുത്തരുടെ ന്യൂനതകൾ കണ്ടെത്തി അത് നികത്തി കൊടുക്കേണ്ടവരായിരിക്കണം നമ്മൾ ഓരോരുത്തരും, അല്ലെ? സഹോദരങ്ങളുടെ കൂട്ടത്തിൽ മുതിർന്നവരെ ബഹുമാനിക്കാൻ, ആദരിക്കാൻ നമുക്ക് സാധിക്കണം. ഗീബത്ത്, നമീമത്ത് തുടങ്ങിയ കാര്യങ്ങൾ വെടിയാൻ, നാവ് ശുദ്ധമാവുക, അതുപോലെ തന്നെ മറ്റൊരാളുടെ രഹസ്യം കാക്കുക. നിങ്ങൾക്കറിയില്ലേ, പിന്നെ നബി എറിഞ്ഞു കൊല്ലാൻ വിധിച്ച മായിസ്, അദ്ദേഹത്തെ നബിയിലേക്ക് എത്തിച്ച ഒരാളുണ്ട്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുമായിരുന്നു, താങ്കൾക്കത് മറച്ചു വെച്ചുകൂടായിരുന്നോ? മനസ്സിലായില്ലേ? അത്രത്തോളം ഒരാളുടെ രഹസ്യം മറച്ചു വെക്കാൻ. മൻ സതറ മുഅ്മിന സതറല്ലാഹു യൗമൽ ഖിയാമ. ഒരു മുഅ്മിന്റെ ന്യൂനത വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ മെസ്സേജ് ഒക്കെ ജർഞ്ഞോ മൊത്തത്തിൽ എന്താ ഡീറ്റെയിൽസ് ഒന്ന് പറയും, എനിക്ക് വല്ലതും കിട്ടി എങ്ങോട്ട് അറിയിക്ക്, എനിക്കൊന്നും കിട്ടി എനിക്ക് അറിയിക്കാം. എന്താ അവൻ്റെ ചൂട്? വേറെ നല്ല കാര്യത്തിനില്ലാത്ത ചൂടാണ്, ആവശ്യമില്ലാത്ത കാര്യത്തിന് അറിയാനും അത് പ്രചരിപ്പിക്കാനുമുള്ള ഈ ആവേശം ഉണ്ടല്ലോ, അതൊക്കെ നന്മ പഠിക്കാനും പ്രചരിപ്പിക്കാനും കൂടെ ഉണ്ടെങ്കിൽ വമ്പ സംഭവമായിരുന്നു. ഒരിക്കലും അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകരുത്. മറ്റൊരുത്തൻ്റെ രഹസ്യം നീ ചികഞ്ഞിറങ്ങിയാൽ നിന്റെ രഹസ്യം അള്ള പുറത്തെറിയും. നിന്റെ വീട്ടിൽ വെച്ച് അള്ള നിന്നെ അവഹേളിക്കുമെന്നാണ്. നഊദുബില്ല. ആർക്കാണ് ബ്ലാക്ക് മാർക്ക് ഇല്ലാത്തത്? എല്ലാവർക്കും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. അത് പടച്ചോ മൂടി വെച്ചോണ്ടാണ്. അതുകൊണ്ട് വേറുള്ള ആൾക്കാരെ പിന്നാലെ നടന്നാൽ നമ്മളിത് പടച്ചോനെടുത്ത് പുറത്ത് കിടുന്ന്
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്വകാര്യത കാക്കുക, രക്തവും ധനവും അഭിമാനവും കാക്കുക, ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലടക്കുക. അല്ലെ, ഒരാളിങ്ങനെ ഫോൺ നോക്കുമ്പോൾ എന്താ ഇപ്പം നോക്കണേ, ഒരു ചോദ്യ, എന്തോ നോക്കിക്കോട്ടെ, നിങ്ങൾക്ക് എന്താ, ഒളിഞ്ഞു നോക്കുക. അല്ലെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റൂമിലേക്ക് ഹോൾസിലൂടെ ഒളിഞ്ഞു നോക്കിയ ആളോട് എൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് എൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചാലോ എന്ന് ആലോചിച്ചത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരാൾ ഒളിഞ്ഞു നോക്കിയിട്ട് കണ്ണ് കുത്തിപ്പൊട്ടിച്ചാലും കുത്തിയോന് ശിക്ഷല്ല, കാരണം പാടില്ലാത്തതാണ്. കട്ട് കേൾക്കുന്നവന്റെ കാതിൽ ഈയം ഉരുക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ചില ആൾക്കാർക്ക് അത് ഭയങ്കര ഇതാണ്. അല്ലെ, ഒരു വണ്ടി വന്നാൽ ആരാണ്, എന്താണ്, എവിടുന്നാണ്, ഭയങ്കര കൂർപ്പൈകാരൻ ചില ആൾക്കാരെ കാതിന്. ആവശ്യമില്ല ഒന്നും കേൾക്കാൻ കേൾവിക്ക് ഒരു യൂസും ഉണ്ടാവില്ല. ആവശ്യമില്ലാത്തത് ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുന്ന ചില കേൾവി ശക്തിക്കാരുണ്ട്, പെട്ടെന്ന് കാണുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് കണ്ണിനെ നിയന്ത്രിക്കുക എന്നാണ്. ഒളിഞ്ഞു നോട്ടവും കട്ട് കേൾവിയും ഒക്കെ ഒഴിവാക്കുക, ആവശ്യമില്ലാത്ത തലയിടാതിരിക്കുക. ഇസ്ലാമിന്റെ മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി, ഒരു മുസ്ലിമിന്റെ ഗുണത്തിൽപ്പെട്ടതാണ് ആവശ്യമില്ലാത്ത തലടാക്കുക എന്നുള്ളത്. ഈ ആവശ്യമില്ലാത്ത തലട്ടിട്ട് ജയിലിൽ കിടക്കുന്ന ആൾക്കാർ എനിക്കറിയാം. ഒരാവശ്യമില്ല ഇനി അവനവിടെ പോകേണ്ട ആവശ്യം. അതിൽ പ്രതി ചേർക്കപ്പെട്ടു, ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോയിട്ട് ഇടപെട്ടിട്ട്. അതുകൊണ്ട് നമ്മൾ അത്തരം കാര്യങ്ങളിൽ നിന്ന് ഒഴിവാവുക എന്നുള്ളതാണ്. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ് ബികുല്ലി മാ സമിഅ, കണ്ടതും കേട്ടതും പറഞ്ഞാൽ തന്നെ മതി ഒരാള് കള്ളനാകാൻ. അതുകൊണ്ട് അത്തരം ദുസ്വഭാവങ്ങളൊക്കെ നമ്മളിന്ന് മാറ്റിവെക്കുക. ഒരു മുസ്ലിമിനോടുള്ള ബാധ്യതകൾ നമ്മൾ നിർവഹിക്കുക. ഹഖുൽ മുസ്ലിം അൽ മുസ്ലിം സിത്തുൻ, കണ്ടുമുട്ടിയ സലാം പറയാ, ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക, അല്ലേ, പിന്നെ ഉപദേശം ചോദിച്ചാൽ ഉപദേശം കൊടുക്കുക, രോഗിയായാൽ സന്ദർശിക്കുക, മരിച്ചാൽ അവൻ്റെ ജനാസയെ അനുഗമിക്കുക, അവൻ തുമ്മിയാൽ അൽഹംദുലില്ലാ പറഞ്ഞാൽ ഇർഹംകല്ലാ എന്ന് പറയാ. ഇതൊക്കെ മുസ്ലിമിനോടുള്ള കടമകളും കടപ്പാടുകളുമാണ്. മുസ്ലിമായ സഹോദരനെ സന്ദർശിക്കാൻ പോയ ഒരാള് പോണ വൈക്കൽ ഒരു മലക്ക് എന്നെ പടച്ചോൻ നിയോഗിച്ചിട്ട് ചോദിക്കണം എവിടുക്കാണ്. അപ്പം എൻ്റെ ഒരു മുസ്ലിമായ സഹോദരൻ്റെ ഈ ഗ്രാമത്തിൻ്റെ അറ്റത്ത് ഓനെ കാണാനാണ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ദൂതൻ പറയാൻ, ഞാൻ അള്ളാഹിൻ്റെ ദൂതനാണ്, താങ്കളുടെ ഈ ഒരു പുറപ്പാടിന് പടച്ചോൻ്റെ തൃപ്തി ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി അള്ളാഹ് എന്നെ അയച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹ് താങ്കളെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന വിവരം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മുഅ്മിനായ മനുഷ്യനെ, ഒരു മുസ്ലിമായ മനുഷ്യനെ സന്ദർശിക്കാൻ പോവാം. അവിടെ പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. ഓൻ്റെ അടുത്ത് ഒരു സാധനം കിട്ടാണ്ട്, ഓൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് ബിസിനസ് ട്രിക്ക് പഠിക്കാണ്ട്, ഓൻ്റെ അടുത്ത് പോയിട്ട് അവിടെ എന്തോ വീടിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും പഠിക്കാണ്ട്, അതിനൊന്നല്ല, വെറുതെ അവന് ഞാൻ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് മാത്രം. അതുകൊണ്ട് തന്നെ ആ ഒരു നിലക്ക് പരസ്പരമുള്ള സ്നേഹബന്ധം, വിശ്വാസികൾ പരസ്പരമുള്ള ആ ഒരു ഇണക്കം നോക്കി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ സൗബാൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഇരിക്കുമ്പോൾ നബി ചോദിക്കുക, എന്താ സൗബാൻ, മുഖത്തൊരു വിഷമമുണ്ടല്ലോ. നബി അത് ഒപ്പിയെടുത്തു. അദ്ദേഹം പറയാം, നബി രോഗവും പ്രശ്നവും ബുദ്ധിമുട്ടൊന്നും എനിക്കില്ല, നിങ്ങൾ പോയാൽ എനിക്കൊരു സങ്കടം, നിങ്ങളെ കണ്ടിട്ടില്ലെങ്കിൽ. നിങ്ങളെ കാണുമ്പോൾ അതാണ് മാറും. പിന്നെ നിങ്ങളെ കാണുമ്പോൾ എനിക്കൊരു സങ്കടം. അതെന്താ സങ്കടം? സ്വർഗത്തിൽ നിങ്ങൾ ഉന്നതങ്ങളിലായിരിക്കുമല്ലോ, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇക്കാരം അതാലോചിക്കുമ്പോൾ അതിനേക്കാൾ സങ്കടമാണ് നബിയെ എന്ന് പറഞ്ഞിട്ടാണ് സൗബാൻ ഇരിക്കുന്നത്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ആളുകളുടെയും അവസ്ഥ ഒപ്പിയെടുക്കുകയാണ്. പിഞ്ചു മക്കളോട് പോലും ചോദിക്കുകയാണ്, അല്ലേ, യാ ഉമൈർ മാദാ ഫഅല നുഐർ, നിന്റെ ആ ചെറിയ കുഞ്ഞു കുരുവില്ലേ, അതിപ്പോൾ എന്താ എടുക്കണത് എന്ന് കുട്ടികളോട് പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷം അന്വേഷിക്കുന്നു, കുശലം അന്വേഷിക്കുന്നു, അല്ലേ, മക്കളെ എടുത്ത് ഉമ്മ വെക്കുന്നു, അവരെ താലോലിക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. അയാളൊരു ചൊറയാണ് എന്ന് നബിനെ കുറിച്ച് ഒരാളും പറഞ്ഞിട്ടില്ല, ശത്രുക്കൾ പോലും പറഞ്ഞിട്ടില്ല. പിന്നെ ശത്രുക്കൾക്കും അറിയാം നബി നബിയാണ്. പിന്നെ എന്താണ്, ഭയങ്കര മത്സരം നടക്കുമ്പോൾ അപ്പുറത്തൊരു നബി എന്ന് പറഞ്ഞാൽ അപ്പുറത്തുനിന്ന് ഒരു നബിനെ ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഓല് ഉറച്ച് വിശ്വസിച്ചിട്ട് തന്നെയാണ്, നബിയാണെന്ന് ഉറപ്പുണ്ടായിട്ട് തന്നെയാണ് ഓല് നബിക്കെതിരെ ഇറങ്ങിത്തിരിച്ച്. ഒരു അല്ലമീന്നല്ല നബിനെ വിളിച്ചിന്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ പ്രവാചകന്റെ മാതൃക പിൻപറ്റിക്കൊണ്ട് നല്ല സ്നേഹത്തിലും കൽബുനിയാൻ, ഒരു ബിൽഡിങ് കണക്കെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. 9ാമത്തെ കാര്യം, ഒരു മുസ്ലിം ഒരു സമൂഹത്തിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. ഒരു മുസ്ലിം സമൂഹത്തിൽ ജീവിക്കുന്നവനാകണം, ഒളിച്ചോടുന്നവനല്ല. അൽ മുഅ്മിനുല്ലദീ യുഖാലിത്തുന്നാസ് വയസ്ബിറു അലാ അദാഹും. ഒരു മുഅ്മിൻ സമൂഹവുമായിട്ട് ഇടപഴകുകയും സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ട് ക്ഷമിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവനാണ് ഖൈറുൻ വ അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഖൈറായവൻ. ആരെക്കാളും? ജനങ്ങളുമായി ഇടപഴകാതെ ഒളിച്ചോടി താമസിക്കുന്ന ഒരാളെക്കാളും അള്ളാഹ്ക്ക് ഇഷ്ടം ജനങ്ങളുമായി ഇടപഴകി ജീവിക്കുന്നവനാണ്. അവസാന കാലത്ത് സമൂഹത്തിൽ ജീവിക്കുന്ന മുസ്ലിം കയ്യിൽ തീക്കട്ട പിടിച്ചവനെ പോലെ ആയിരിക്കും റസൂൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? എന്താ കാട്ട് ആകെ മാറി, കുട്ടികളോടൊപ്പം വിടാൻ വയ്യ, ആകെ കൂടെ കുഴപ്പമാണ്, നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റൂല, നമ്മൾ എടുക്ക പോവാ. ഇവിടെ ജീവിക്കണം,
അധർമ്മത്തിന്റെ ഒരു സർക്കിൾ ഇവിടെ രൂപപ്പെടുമ്പോൾ ധർമ്മത്തിന്റെ ഒരു സർക്കിൾ ഇവിടെ ഉണ്ടാക്കണം. കള്ളുകുടിയന്മാരും തെമ്മാടികളും താന്തോന്നികളുമായിട്ടൊരു ടീം മാറുമ്പോൾ ധർമ്മബോധമുള്ള, ധാർമ്മിക ചിട്ടയുള്ള, പടച്ചോനെ പേടിക്കുന്ന, രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിക്കുന്ന, സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പണിയെടുക്കുന്ന നല്ലൊരു കൂട്ടായ്മയെ നാം ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. അല്ല ഇവിടെ ഒളിച്ചോടി പോവാ, നമ്മള് ഒളിച്ചോടി പോവാ. രണ്ടാൾക്കാരുടെ ഡയലോഗും വർത്താനം കേട്ടിട്ട് ഒളിച്ചോടി പോകാൻ മാത്രം ഭീരുക്കളല്ല നമ്മൾ. അഭിമാനത്തോടെ, ഇസ്സത്തോടെ, ധീരതയോടെ ജീവിക്കേണ്ടവരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന്റെ കൂടെ നബിന്റെ പട്ടിണിയും പ്രയാസമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ പ്രവാചകൻ ആരാ? അസ്ജഉന്നാസ് വഅജ്വദുന്നാസ്. പ്രവാചകൻ ഏറ്റവും ധീരനായിരുന്നു, ഏറ്റവും നല്ല ഔദാര്യവാനായിരുന്നു. നബി ഭീരുവായിരുന്നില്ല. മദീനക്കാരൊക്കെ ബേജാറായി ഇങ്ങനെ നിൽക്കുക, ഒരു ശബ്ദം കേട്ടിട്ട്. അപ്പൊ ആ ശബ്ദം കേൾക്കുന്ന ദിക്കുന്ന് നബി ഇങ്ങനെ വരുന്നുണ്ട്, പൊയ്ക്കോളി പൊയ്ക്കോളി, പ്രശ്നമൊന്നുമില്ല, ഒരു യാത്രാസംഘം വന്നാണ്. നബി എടാ ചെന്ന് പോയോക്കടാ, ആകെ പ്രശ്നം എന്തോണ്ടല്ലോ, ചെന്ന് പോയോക്കാണ്. നബി മെല്ലെ പുറപ്പെട്ട് മൂടി ഉറങ്ങല്ലേ ഇനി, മനസ്സിലായില്ലേ? ലൈവ് ഇങ്ങനെ നോക്കിയിരിക്കല്ലേ ഇനി. അണികളെ ചാവേറുകളാകാൻ വിട്ടിട്ട്, അങ്ങാടി മുദ്രാവാക്യം വിളിക്കാൻ വിട്ടിട്ട് റസൂലുള്ള പിന്നെ അരമനയിൽ ഒളിഞ്ഞു താമസിക്കുകയായിരുന്നില്ല. പ്രവാചകൻ സമൂഹത്തിൽ ജീവിച്ച ആളാ. അയ്യുക്കും മുഹമ്മദ്, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് മുഹമ്മദ്? ദൂരം ഒരാൾ വന്നിട്ട് ചോദിക്കാണ്, ഇതാ ഞാനാണ് പറഞ്ഞു. നബി അവരുടെ കൂടെയായിരുന്നു. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഇടപഴകി ജീവിക്കാനും സമൂഹവുമായിട്ടുള്ള കാര്യങ്ങളിൽ മുഴുകാനും സമൂഹത്തിന്റെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കാനും, അല്ലേ? ഒരു സാമൂഹിക വിപത്ത്, നബി മരിച്ചു, ആളുകളൊക്കെ ഇസ്ലാം വിട്ടു പോകാൻ തുടങ്ങി. അന്ന് മിമ്പറിൽ കയറിയിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അയ്യുഹലികു ഹാദദ്ദീൻ വഅന ഹയ്യുൻ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ അനുചരനായ ഞാൻ ഇവിടെ ഉണ്ടായിരിക്കെ ഈ ദീനിനെ നിങ്ങൾ വികൃതമാക്കുകയോ സമ്മതിക്കുകയില്ല എന്നാണ് അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു. അപ്പൊ ഞമ്മക്കുടെ ഏറ്റവും വലിയ ദൗത്യം ദഅവത്താണ്. ഇവിടെ പിന്നെ എന്താ പറയുക, ആത്മീയ വാണിഭം വ്യത്യസ്ത നിലക്ക് ഇവിടെ തയച്ചു വളരുമ്പോൾ, ഇവിടെ തിന്മകൾ വ്യാപകമാകുമ്പോൾ, അതുപോലെ തന്നെ ലിബറലിസവും പലതരത്തിലുള്ള ഇസങ്ങളും കുത്തഴിഞ്ഞ ഒരു ജീവിത മാർഗ രീതികളുമൊക്കെ ഇവിടെ സമൂഹത്തിൽ വ്യാപിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മുടെ ദൗത്യം വലുതാണ്. ആ ദൗത്യം നമ്മൾ നിർവഹിക്കുക എന്നുള്ളതാണ്. സമൂഹത്തിൽ ഏറ്റവും മാന്യനായി ജീവിക്കുന്ന ഒരു വ്യക്തിയായി മാറുന്ന, കാപട്യമില്ലാതെ, വഞ്ചനയില്ലാതെ, ആരോടും അസൂയയും പകയുമില്ലാതെ, കരാറ് പാലിച്ചിട്ട് അത് ലംഘിച്ചിട്ട് ഓൻ താടിയും വെച്ച് ഇൻഷാല്ലയും പറഞ്ഞാണ് പോവും. പിന്നെ ഓന ഈ വൈക്കന്നെ കാണൂല, ഒക്കെ കള്ളന്മാരാണ്. മനസ്സിലായില്ലേ? ആരെ പറയാ? നമ്മളെ മാത്രമല്ല പറയാ, നമ്മുടെ ചിഹ്നത്തെയും നമ്മുടെ മതത്തെയും ഒക്കത്തിനെയും കുറ്റം പറയാൻ നമ്മൾ കാരണക്കാരനാവും. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ കരാറുകൾ പാലിക്കുക എന്നുള്ള ഏറ്റവും നല്ല സൽസ്വഭാവിയായിട്ട് നമ്മൾ മാറുക എന്നുള്ളതാണ്. ആവശ്യത്തിന് മാത്രം സംസാരിക്കുക, ലജ്ജയുള്ളവനാകുക, എല്ലാവരോടും ഇഹ്സാൻ ചെയ്യുന്നവനാകുക, മറ്റുള്ളവരെ ഭീതിയിലാഴ്ത്താതിരിക്കുക, ഉറപ്പില്ലാത്ത വാർത്തകൾ ഷെയർ ചെയ്യാതിരിക്കുക, സോഷ്യൽ മീഡിയ കണ്ടും മനസ്സിലാക്കിയും സൂക്ഷിച്ചു ഉപയോഗിക്കുക, തിന്മയെ നന്മ കൊണ്ട് എതിരിടുക, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, നന്മയുടെ താക്കോലുകളായിട്ട് മാറുക. നമ്മളെ കൈവയ്ക്കേണ്ട, നമ്മൾ സംരക്ഷിക്കേണ്ട ആരൊക്കെയുണ്ടോ അവരെയൊക്കെ നമ്മൾ പരിചരിക്കുക. അഗതികളെ, അനാഥകളെ, വിധവകളെ, പാവങ്ങളെ, സാധുക്കളെ, ഇവരെയൊക്കെ നമ്മൾ സംരക്ഷിക്കുക. ആ നാട്ടിൽ ഇന്ന കാക്കുള്ളതുകൊണ്ട് നമ്മളൊക്കെ ചോറുന്നു പോണ്, അല്ലേ? അലി സൈനുൽ ആബിദീൻ അദ്ദേഹം മരിച്ചപ്പോൾ ആ നാട്ടിലുള്ള പാവങ്ങൾക്ക് ഫുഡ് കിട്ടാണ്ടായി. അന്നാണ് അവർ മനസ്സിലാക്കുന്നത്, എന്നും ഞങ്ങളുടെ വീട്ടുകോലായിൽ ഭക്ഷണപ്പൊതി കൊണ്ടുവന്ന് വെച്ച് തരുന്ന വ്യക്തി ഇയാളായിരുന്നു. ഒരാൾക്കും അറിയില്ലേ. നട്ടപ്പാതയ്ക്ക് സ്വന്തം ഷോൾഡറിൽ ചാക്കിലേറ്റിയിട്ട് അദ്ദേഹം ഗോതമ്പ് കീഴി പാവങ്ങളുടെ ഡോറിങ്കിൽ കൊണ്ടുപോയി വെക്കുമായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നു ഖത്താബും, അബൂബക്കർ ആദ്യം സംരക്ഷിച്ചു, പിന്നീട് ഉമർ സംരക്ഷിച്ചു ആ നാട്ടിൽ ആരുമില്ലാത്തൊരു വൃദ്ധയായ സ്ത്രീയെ. ആരെങ്കിലും എന്ന് ചോദിച്ചാൽ പറയണ്ടി ഞാനാണ് എന്ന്, അടുത്ത ഇലക്ഷന് നിൽക്കാനുള്ളതാണ്, ഇതൊന്നും പറയില്ല. ചോദിക്കും ആരാണ് നീ എന്ന് ചോദിക്കുമ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാ, അള്ളാന്റെ ഒരു അടിമയാണ്. മനസ്സിലായില്ലേ? നോക്കി, ഖലീഫന്റെ ഭാര്യയല്ലേ പ്രസവം എടുത്തത്, അല്ലേ? ഖലീഫയുടെ ഭാര്യയാണ് പ്രസവം എടുത്തത്. കുഞ്ഞിനെയുമായിട്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അടുക്കലേക്ക് വരികയാണ്. എന്നിട്ട് പറയാം, അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ സഹോദരന് ഒരു കുഞ്ഞുണ്ടായിരിക്കുന്നു, സന്തോഷ വാർത്ത അറിയിക്കും. അപ്പോഴാണ് ഇയാൾ മനസ്സിലാക്കുന്നത് ഈ പ്രസവത്തിന് കയറ്റിയത് പിന്നെ ഖലീഫയുടെ ഭാര്യയാണെന്നും ഈ നിൽക്കുന്നത് രാജ്യം ഭരിക്കുന്ന കിസ്റയും കൈസറും വിറക്കുന്ന ഉമർ ഇബ്നു ഖത്താബാണെന്നും അപ്പോഴാണ് മനസ്സിലാക്കണം. അതുകൊണ്ട് മുഅ്മിൻ കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടിയുള്ളവരാണ് നമ്മൾ. അതുകൊണ്ട് ഏറ്റവും മാന്യമായി ഇസ്ലാമിന്റെ മഹത്വം അത് ജീവിതം കൊണ്ട് തെളിയിച്ചു കൊടുക്കുന്നവരായിട്ട് നമ്മൾ മാറണം. ഖൈറുക്കും മൻ യുർജാ ഖൈറുഹു വയഅ്മനു ജാറുഹു. അല്ലാഹുവിന്റെ പ്രവാചകൻ, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ആരാണ്? നിങ്ങളിൽ നിന്ന് മറ്റുള്ളവർ നന്മ മാത്രം പ്രതീക്ഷിക്കുകയും നിങ്ങളുടെ ഉപദ്രവം
അവർ ഭയക്കാതിരിക്കുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങളാണ് ഏറ്റവും നല്ലവർ. നമ്മളിൽ നിന്ന് ആൾക്കാർ നല്ലത് മാത്രമേ പ്രതീക്ഷിക്കാവൂ. ഓനോട് സംസാരിച്ചൊരു ഇടങ്ങേറുണ്ടാവില്ല, ഓൻ്റെ അടുത്ത് പോയാൽ പരിഹാരം ഉണ്ടാവും, ഓനോട് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്തി തന്നോളും. ഇങ്ങനെ ഒരു ആശ്രയമായി, ഒരു അത്താണിയായി നമ്മുടെ സമൂഹത്തിൽ നമ്മൾ മാറേണ്ടതുണ്ട് എന്നുള്ളതാണ്. ജനങ്ങളുമായി ഇടപഴകി ജീവിച്ച് അവരോട് ഏറ്റവും നല്ല ഇസ്ലാമികമായിട്ടുള്ള മര്യാദകൾ കാത്തു സൂക്ഷിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എന്താ പറഞ്ഞത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 20 ദിവസം ഞങ്ങൾ താമസിച്ചു. പ്രവാചകനേക്കാൾ നല്ല കാരുണ്യമുള്ള, വാത്സല്യമുള്ള, സൽസ്വഭാവമുള്ള ഒരാളെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന്. നബിയോളം നല്ല അധ്യാപകനെ ഞങ്ങൾ കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ മൂത്രമൊഴിച്ചവൻ വരെ പ്രാർത്ഥിച്ചതെന്താ? അല്ലാഹുമ്മ ഇർഹംനി മുഹമ്മദ, അല്ലാഹുമ്മ ഇർഹംനി വ മുഹമ്മദ വലാ തർഹം മഅന അഹദ. അല്ലാഹുവേ, എനിക്കും മുഹമ്മദിനും നീ കരുണ ചെയ്യണേ, ഈ കൂടിക്കണ ആർക്കും വേണ്ട. അതാരാ? സ്വഹാബത്താണ്. പള്ളി മൂത്രയിക്കണപ്പോൾ ഒച്ച ഉണ്ടാക്കിയ സ്വഹാബത്തിന് ആർക്കും കരുണ വേണ്ട, നബിക്കും എനിക്കും മാത്രം മതിയെന്ന്. ആരാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്? പള്ളിയിൽ മൂത്രമൊഴിച്ചൊരു അറാബി. എല്ലാവരോടും ഏറ്റവും മാന്യമായി പെരുമാറിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ശരിക്കും ഒപ്പിയെടുത്ത് ഒരു മുസ്ലിം പടച്ച റബ്ബ് മുതൽക്ക് മുഴുവൻ പടപ്പുകളുമായും ജന്തുക്കളുമായും നമ്മുടെ കുടുംബവുമായും അയൽവാസികളുമായും ആരൊക്കെയുണ്ടോ അവരൊക്കെയായും നമ്മൾ എങ്ങനെ പെരുമാറണം, ഇടപെടണം, എവിടെയെല്ലാം എങ്ങനെയെല്ലാം ആകണമെന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഓരോ രംഗത്തും നബി പെരുമാറിയതുപോലെ പെരുമാറിയുണ്ടല്ലോ. ഏറ്റവും നല്ലൊരു ഡയമണ്ടിനേക്കാൾ വാല്യുബിൾ ആയിട്ടൊരു പേഴ്സണായിട്ട് നമ്മൾ മാറും എന്നുള്ളതാണ്. നമ്മുടെ ജീവിതം നമുക്ക് അടയാളപ്പെടുത്താനാകും. ഇല്ലായ്മയും വല്ലായ്മയും ഓർത്ത് വിഷമിക്കുന്നതിന് പകരം നമുക്കൊരു മുസ്ലിമായി എന്ന ആ ഒരു പ്രൗഡ്, അത് ശരിക്കും നമ്മുടെ ലൈഫിൽ തന്നെ ഉണ്ടാകുന്ന കോലത്തിൽ ഒരു മുസ്ലിമിൻ്റെ വ്യക്തിത്വം എന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യത്യസ്ത ഇടങ്ങളിലെല്ലാം ഒരു മുസ്ലിമായിട്ട് മാറാനുള്ള ഒരു പരിശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. തിന്മയുടെ കുത്തിയൊഴുക്കിൻ്റെ കാലത്ത് അതിൽ പെടാതെ നന്മയുടെ ഭാഗം പറ്റാൻ, അതിൻ്റെ ഓരം പറ്റാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ സംസാരം, നമ്മുടെ കേൾവി, നമ്മുടെ കാഴ്ച, നമ്മുടെ സാമ്പത്തികം, നമ്മുടെ ലൈംഗികം, അങ്ങനെ തുടങ്ങി നമ്മുടെ എല്ലാ രംഗങ്ങളും വിശുദ്ധമാണെന്ന് ഉറപ്പിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. മരിക്കുവോളം ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ ആരും മരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇസ്ലാമിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ട് മുസ്ലിമായി തന്നെ മരണപ്പെടാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വീഴ്ചകൾ അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരട്ടെ. അവൻ്റെ പരിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു നമ്മെ ചേർക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ നല്ല മുറാദുകളെയും ഹാസിലാക്കുമാറാവട്ടെ. നമ്മൾ ഭയക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു നമ്മെ തൊട്ട് അകറ്റുമാറാവട്ടെ. പ്രാർത്ഥനയ്ക്ക് വസിയത്ത് നൽകിയ ആളുകളുടെ ഹാജത്ത് അല്ലാഹു ഹാസിലാക്കട്ടെ. അവരുടെ പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കട്ടെ. ഏറ്റവും സമാധാനമുള്ള, സന്തോഷമുള്ള ഒരു കുടുംബാന്തരീക്ഷം നമുക്കും നമ്മുടെ സഹോദരങ്ങൾക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫാവൻ ആജിൽ സമ്മാനിക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ രാജ്യത്ത് സമാധാനവും സ്വാതന്ത്ര്യവും ഐക്യവും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കുമാറാവട്ടെ. ഇവിടെ അനൈക്യവും ചിദ്രതയും കലാപവും വിതയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു സൽബുദ്ധി തോന്നിക്കുമാറാവട്ടെ. അവരുടെ തന്ത്രങ്ങളെ അല്ലാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. ഗസയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും കഷ്ടപ്പെടുന്നവർക്ക് അല്ലാഹു സ്വാതന്ത്ര്യം തിരിച്ചു നൽകുമാറാവട്ടെ. മനുഷ്യന്മാരെ കൂട്ടക്കുരുതിക്ക് വിധേയമാക്കി അതിലൂടെ ആയുധ കച്ചവടവും തങ്ങളുടെ കാര്യലാഭവും നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അല്ലാഹു കനത്ത തിരിച്ചടി പ്രദാനം ചെയ്യട്ടെ. ഇസ്രായേലിനും അമേരിക്കയ്ക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തക്കതായ ശിക്ഷ വർഷിപ്പിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടദാസന്മാരിൽ അല്ലാഹു നമ്മെയും നമ്മുടെ മക്കളെയും നമ്മുടെ സമൂഹത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഏറ്റവും നല്ലവനായി ജീവിക്കാൻ, മരണം വരെ അതിൽ ഉറച്ചു മുന്നോട്ട് പോകാൻ പടച്ച റബ്ബ് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ